Please go ahead, Biju. Start it. Okay. Good morning, coaches. Good morning, Tinu. ഇന്ന് നമ്മുടെ ടോപ്പിക് ഹൊറിസോണ്ടൽ ഷോർട്സ് ആണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെർട്ടിക്കൽ ഷോർട്സും അതിൽ ഉണ്ടാവുന്ന എററും അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ ഷോർട്സിനും അതുപോലെ തന്നെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആ സ്കില്ലിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എറേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം, പിന്നെ അതിന്റെ ഓരോ പാറ്റേൺസ് എങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ ഒരു പ്ലെയറിനെ കാണുമ്പോൾ അയാള് നന്നായിട്ട് കളിക്കുന്നതായിട്ട് തോന്നാം, ആ ഒരു പർട്ടിക്കുലർ സ്കില്ല് കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് കളിക്കുന്നതായിട്ട് തോന്നാം, പക്ഷെ അതിൽ എന്തെങ്കിലും നമുക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് കുറച്ച് നമ്മളൊരു അവയർനെസ് വേണം. അവന്റെ ആ ടെക്നിക്കിനെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അതൊന്ന്. രണ്ടാമത് നമ്മൾ ഈ സെഷനിൽ ആക്ച്വലി നമ്മൾ ബേസിക്സിൽ എന്താണ് പഠിച്ചിട്ടുള്ളത് അതും കൂടെ ഇതിൽ ടച്ച് ചെയ്ത് പോകും. കാരണം വെച്ചാൽ അതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അതൊന്ന്. ദെൻ അഗൈൻ ലാസ്റ്റ് സെഷൻ തന്നെ കുറച്ച് വീഡിയോസ് ഞാൻ ലോക്കലി ഷൂട്ട് ചെയ്തതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങള് എക്സാക്ട് ആയിട്ട് ആ ഒരു കാര്യങ്ങള് അതിന്റെ വീഡിയോസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയും കുറച്ച് വീഡിയോസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മള് വീഡിയോ അനാലിസിസും പോവും. അതായത് ഇടയ്ക്ക് നമ്മുടെ കിനോവിയ വീഡിയോ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അത് വെച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്ലോ മോഷനിലും അതുപോലെ തന്നെ എന്റെ അനാലിസിസ് ഒക്കെ ചെയ്യാൻ നമ്മൾ ഈ സെഷനിൽ ശ്രമിക്കും. അപ്പോ ടോപ്പിക്കിലോട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഷോർട്സ് എന്ന് പറഞ്ഞാല് കുറച്ച് നമ്മൾ വെർട്ടിക്കൽ ഷോർട്സിനെക്കാട്ടിലും കുറച്ച് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഷോർട്സ് ആണ്. അപ്പൊ ഞാന് നമ്മുടെ സ്റ്റേറ്റിൽ കണ്ടുവരുന്ന വെച്ചാൽ നമ്മുടെ ഇവിടെ മജോറിറ്റി പ്രാക്ടീസ് സെഷൻസ് എല്ലാം നടക്കുന്നത് സിമെന്റ് വിക്കറ്റ്സിലാണ്. സോ സിമെന്റ് വിക്കറ്റ്സ് എന്താ സംഭവിക്കാന്ന് വെച്ചാല് മേ ബി ന്യൂ ബോളിൽ കുറച്ച് ബോൾ ബൗൺസ് ചെയ്തിരിക്കും, അതിനുശേഷം ബോളിന്റെ ബൗൺസ് തീരെ ലോ ആവുന്ന സാഹചര്യമാണ് മിക്കയിടത്തും ഉള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സിന്റെ യൂസേജ് അവിടെ കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ഫുൾ ഷോട്ട്സ് ആൻഡ് കട്ട് ഷോട്ട്സ്, അതുപോലെ തന്നെ ഈ സ്വീപ്പ് ഷോട്ട്സ്, ഇതെല്ലാം കുറഞ്ഞു വരികയാണ്. കാരണം വെച്ചാല് ബാറ്റ്സ്മാന് ആ സിമെന്റ് വിക്കറ്റ് കളിക്കുന്നതിന് വലിയ ചലഞ്ചസ് ഇല്ല. കാരണം ബോളിൽ വലിയ ഡീവിയേഷൻസ് ഇല്ല, ബൗൺസിന് വലിയ വ്യതിയാനങ്ങളില്ല. ഒരു സർട്ടൺ ഏരിയയിൽ പിച്ച് ചെയ്താൽ തന്നെ അയാൾക്ക് ഫ്രണ്ട് ഫുട്ടിൽ പോയി സ്ട്രോക്സ് കളിക്കാവുന്ന ഒരു സിനാരിയാണ് മൊത്തം ഉള്ളത്. അപ്പം രണ്ട് കാര്യങ്ങളാണ് അപ്പം ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം അവിടെ എഫക്ട് ചെയ്യണം. ഒന്ന്, ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സ് കളിക്കാനുള്ള ബോളുകൾ അയാൾക്ക് അത്ര കിട്ടുന്നില്ല. രണ്ട്, കൂടുതലും ഫ്രണ്ട് ഫുട്ടിലോട്ടുള്ള സ്ട്രോക്സുകളാണ് അവിടെ കൂടുതൽ അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് അറിയാണ്ട് തന്നെ മാച്ചിന് ഇതേ ഒരു ഹാബിറ്റ് അവര് ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകും. മാച്ചിന് പോകുമ്പോൾ അവിടെ ബൗൺസിന്റെ വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ച് മാച്ചിന്റെ സാഹചര്യം സ്ട്രോക്സ് കളിക്കേണ്ടി വരും. പക്ഷെ ഈ പ്ലെയർ ശീലിച്ചതേ അവിടെ ചെന്ന് അയാൾ വിചാരിച്ചാൽ ആ ഹാബിറ്റേ വരത്തുള്ളൂ അവിടെ. അപ്പൊ ഇത് അവരുടെ സ്കോറിംഗ് ഓപ്ഷനും അതുപോലെ തന്നെ അത് ടീമിന്റെ വിജയ സാധ്യതകളെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹൊറിസോണ്ടൽ ഷോട്ട്സിൽ സ്വീപ്പ് ഷോട്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോമൺ എറേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇതാണ് നമ്മളെ ബേസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഫുട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ലൈൻ വിത്ത് ദ ബോൾ, body weight transferred onto the front foot, knee bend, back foot knee also bend. Front kneeയും back kneeയും bend ചെയ്ത് നമ്മൾ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഈ സ്ട്രോക്ക് കളിക്കേണ്ടത്. പോയിന്റ് ഓഫ് കോൺടാക്ട് ആസ് ക്ലോസ് ടു ദ ഗ്രൗണ്ട് ആസ് പോസിബിൾ എന്ന് വെച്ചാൽ ബോളിന്റെ എത്രത്തോളം ബൗൺസിന്റെ അടുത്ത് വെച്ച് നമ്മൾ മീറ്റ് ചെയ്യാൻ അത്രത്തോളം നല്ലത്. കാരണം വെച്ചാൽ ഒന്ന്, ആ ഡീവിയേഷൻസ് കുറയ്ക്കാം, ബൗൺസ് കുറയ്ക്കാം. ഐഡിയലി നമ്മൾ പറയുകയാണെങ്കിൽ ബോളിനെ ഒരു ഹാഫ് വോളി ആക്കിയാണ് നമ്മൾ സ്വീപ്പ് ചെയ്യാൻ പോകുന്നത്. റിസ്റ്റ് റോൾഡ് ഓവർ ദ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇത് കുറച്ച് നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു പോർഷൻ ആണ്. റിസ്റ്റ് റോൾ ചെയ്യുന്നതിന്റെ ഈ ഒരു ലൈന്. വെയിറ്റ് ഷുഡ് ബി ഫോർവേഡ്. വെയിറ്റ് നമ്മുടെ ഫ്രണ്ട് ഫുട്ട് സ്ട്രോക്ക് കളിക്കുന്നതിൽ കുറച്ച് മുമ്പോട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഇതില് നമ്മുടെ മിസ്റ്റേക്സിൽ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, ടേക്കിംഗ് എ സ്മോൾ സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെ ഈ സ്മോൾ സ്റ്റെപ്സ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അത് നമുക്ക് തന്നെ അറിയാം. ഒന്ന്, ബോളിന്റെ പിച്ചിൽ എത്താൻ പറ്റാതാവുക. ബോളിന്റെ പിച്ചിൽ എത്താൻ കഴിയാതാവുകയാണെങ്കിൽ കൂടുതലും നമ്മൾ ഡീവിയേഷനും കൂടുതൽ കളിക്കണം, ബൗൺസും കൂടുതൽ കളിക്കണം. അപ്പൊ എന്റെ അത് ഒരു റിസ്കിന്റെ ഒരു ചാൻസ് കൂട്ടുകയാണ്. ഏതൊരു ടോപ്പ് എഡ്ജോ
അല്ലെങ്കിൽ എന്താണ് ഓൾ ടുഗദർ നമ്മളെ സ്ട്രോക്സ് തന്നെ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ സ്മോൾ ഇനിഷ്യൽ സ്റ്റെപ്പ് വെക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് വരാൻ സാധ്യത? അപ്പൊ ഒന്ന് ആ പ്ലെയർ നമ്മൾ എല്ലാവരും പറയാറുണ്ട് കാല് വെച്ച് കാല് വെച്ച്. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു യു ലീഡ് വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡർ. നമ്മുടെ ഹെഡ് ഷോൾഡർ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നമ്മുടെ ബോഡി പോകും. അപ്പൊ നിങ്ങൾ കൂടുതലും ഇഫ് യു ലീഡ് വിത്ത് ഹെഡ് നിങ്ങളുടെ കാല് കുറച്ചുകൂടെ വലിയ സ്ട്രൈഡ് അല്ലെങ്കിൽ ബോളിന്റെ പിച്ചിന്റെ അടുത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ പ്ലെയറിന്റെ ഫീറ്റ് ബോളിന്റെ പിച്ച് വരെ എത്തുന്നില്ല. സോ അതുകൊണ്ട് ബോളിന്റെ ബൗൺസ് അല്ലെങ്കിൽ ബോളിനെ എന്താണ് ഗ്രൗണ്ടിലോട്ട് കളിക്കാനുള്ള അയാളുടെ എന്താണ് ആ എബിലിറ്റി അവിടെ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് അയാളുടെ വെയിറ്റ് മുമ്പോട്ട് പോയിട്ടില്ല. അയാളുടെ ഹെഡ് എപ്പോഴും ഒന്നില് അയാളുടെ 2 ഫീറ്റിന്റെ നടക്കുക അല്ലെങ്കിൽ പുറകിലായിരിക്കും. അപ്പൊ അത് ഇതുകൊണ്ട് ആ ബോളിന്റെ പിച്ചിൽ അല്ലെങ്കിൽ ബോളിന്റെ ലെങ്തിലോ എത്താൻ കഴിയില്ല. ഒന്നും അത്. രണ്ട്, ചിലര് ബാറ്റിംഗ് സ്റ്റാൻഡ്സിൽ തന്നെ അവര് ഫ്രണ്ട് ഫുട്ടിലായിരിക്കും കൂടുതൽ വെയിറ്റ് വെച്ച് നിൽക്കുന്നത്. കൂടുതൽ വെയിറ്റ് ഫ്രണ്ട് ഫുട്ടിൽ വെച്ചാൽ ആ കാൽ അനക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴും ഈ എന്താണ് ഫ്രീ ആയിട്ടുള്ള ആ സ്ട്രൈഡ് മൂവ്മെന്റിനെ അതും എഫക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അതും കറക്ഷൻ ചെയ്യുന്നത് നമ്മുടെ ബേസിക്സിലോട്ട് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ബാറ്റിങ്ങിന്റെ ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ 2 കാലിൽ ഈവൻ ആയിട്ട് വെയിറ്റ് വെക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ 2 കാലിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി അയാൾക്ക് കിട്ടും. സോ അപ്പം സ്റ്റാൻഡ്സിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഒന്ന് ട്രൈ ടു ലീഡ് വിത്ത് യുവർ ഹെഡ് ടുവേർഡ്സ് ദ ബോൾ ആൻഡ് രണ്ടാമത്തത് സ്റ്റാൻഡ്സിൽ ഈവൻ ബാലൻസ് ആയിട്ട് വെക്കുക. അഗൈൻ നോക്കുക, വെരി സ്മോൾ സ്ട്രൈഡ് ആണ്. സോ അയാള് കൂടുതലും ബോളിന്റെ ബൗൺസ് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഐഡിയലി നമ്മള് എന്താണ് നമ്മുടെ സ്ട്രൈഡും അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് കൊണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ ഇത്രയും നമുക്ക് സ്ട്രൈഡ് ലെങ്ത് കൂട്ടാൻ കഴിയും. അപ്പൊ ഇതൊരു എന്താണ് റിവേഴ്സ് സ്വീപ്പിന്റെ ഒരു പിക്ചറാണ്. അപ്പം അയാൾ ആ പ്ലെയറിനെ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ എന്തുമാത്രം മുമ്പോട്ട് ലീൻ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഹെഡ് ടു ഹീൽ നോക്കുകയാണെങ്കിൽ ആ ഫോർവേഡ് ലീൻ കാണാം. ദെൻ എത്രത്തോളം ബോളിന്റെ അടുത്തെത്താനുള്ള അയാളുടെ ശ്രമം നമുക്ക് കാണാം. ദെൻ ബാക്കി നമ്മുടെ ഹാൻഡും ബാറ്റും കൊണ്ട് അയാൾ ബോളിന്റെ പിച്ചിലെത്താനുള്ള ഒരു എന്താണ് ഫീച്ചറാണത്. ആൻഡ് വെയിറ്റ് ഷുഡ് ബി ഫോർവേഡ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ആ പ്ലെയറിന്റെ ബോഡി മുമ്പോട്ട് ലീൻ ചെയ്യുന്നുണ്ട്, ഹെഡ് ഫോർവേഡ് ആണ്. ദെൻ ഹാൻഡ്സ് ആൻഡ് ബാറ്റ് യൂസ് ചെയ്ത് അയാൾ ബോളിന്റെ പിച്ചിലെത്താൻ നോക്കുകയാണ്. അപ്പൊ ഐഡിയൽ ഇങ്ങനെ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളതാണ് ഇനി അടുത്തത്. കാരണം നേരത്തെ നമ്മൾ കണ്ടു ചെറിയ സ്ട്രൈഡ് വെക്കുമ്പോൾ അയാൾക്ക് ബോളിന്റെ ബൗൺസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ബേസിക്സ് പഠിക്കുന്ന പോലെ നല്ലൊരു ഡീസന്റ് സ്ട്രൈഡ് വെക്കുകയാണെങ്കിൽ ബോളിന്റെ പിച്ചിലും എത്താം, ബോളിന്റെ ബൗൺസും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇവിടെ നോക്കുക, ഈ വീഡിയോയിൽ നോക്കുക. സോറി, again
ഇവിടെ നോക്കുകയാണെങ്കിൽ സോ അയാളുടെ ഹെഡ് എന്തുമാത്രം ഫോർവേഡ് ആണ്, അടിയിൽ ഫ്രണ്ട് ഫുട്ടിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ദെൻ ബോഡി ഈസ് ലീനിങ് ഫോർവേഡ്. എത്രത്തോളം ബോളിനെ പിച്ചിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം അയാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനിഷ് ചെയ്യണം. അപ്പൊ ഈ ഒരു വീഡിയോ ഒന്നുകൂടെ നോക്കിക്കോളൂ. ആ പ്ലെയറെ ഹെഡ് കൊണ്ടാണ് മുമ്പോട്ട് ലീൻ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ബിജു സർ വീഡിയോ പോസ്റ്റ് ആണ്. ബിജു സർ വീഡിയോ ഇതില് കാണുന്നില്ലേ? വീഡിയോ സ്റ്റക്ക് ആയിരിക്കാണ്. എന്റെ മാത്രം വിഷയമാണോന്ന് അറിയില്ല. അതല്ല, കിനോവിയെ കാണുന്നില്ലേ? എനിക്കറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കറക്റ്റ് എനിക്കിപ്പോ കിനോവിയെ കാണുന്നുണ്ടോ? വന്നിട്ടില്ല. ഫുൾ സ്ക്രീനിലല്ല. ഷോട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന പൊസിഷനിൽ പോസ്റ്റ് ആയിരിക്കാം. ബിജു അത് മിനിമൈസ് ചെയ്തിട്ടേ കിനോവി എടുത്താൽ മതി. ബിജു വന്നു, കിനോവിയ വന്നിട്ടുണ്ട്. കിനോവിയ വന്നു. ബിജു മ്യൂട്ട് മാറ്റൂ. ഓക്കെ, ഇപ്പൊ കിനോവി കാണാലോ? കാണാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ഞാൻ എംഫസൈസ് ചെയ്യാണ് ഇവിടെ. ഇപ്പൊ ഈ പ്ലെയർ നോക്കിക്കോളൂ. ആ പ്ലെയറെ ഹെഡ് കൊണ്ട് ലീഡ് ചെയ്യാണ് മുമ്പോട്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഫുട്ടിന്റെ മുകളിലോട്ടുണ്ട് അയാളുടെ ഹെഡ്. ദെൻ അയാളുടെ ബോഡി മുമ്പോട്ട് ലീൻ ചെയ്യുന്നു. അപ്പൊ ഇത്രയും സ്ട്രൈഡ് ലെങ്ത് അയാള് യൂസ് ചെയ്യാണ്. കംഫർട്ടബിളും ആണ്, ബട്ട് അതേ സമയത്ത് അയാൾക്ക് ബാലൻസ് മെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് ബോളിന്റെ പിച്ചിന്റെ അടുത്ത് എത്താനും കഴിയും. അപ്പം കുറച്ചുകൂടെ ബൗൺസ് അയാളെ മാനേജ് ചെയ്യുന്ന രീതിയിൽ അയാൾക്ക് സ്ട്രോക്കിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയും. സോ നോക്കൂ, ദെൻ ഹാൻഡും ബാറ്റും അയാൾ ബോളിന്റെ പിച്ചിലെത്തിയ സ്ട്രോക്ക് കളിക്കുകയാണ്. ഓക്കെ, ഓക്കെ. അടുത്തത് നമ്മളെല്ലാരും എനിക്കൊന്ന് ചെറിയ പ്രായത്തിൽ എല്ലാരും ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടാവും. ഈ ബാക്ക് ലിഫ്റ്റിന്റെ കാര്യം, പ്രത്യേകിച്ച് ഈ ഹൊറിസോണ്ടൽ സ്ട്രോക്സ് കളിക്കുമ്പോൾ വലിയ ബാക്ക് ലിഫ്റ്റ് നമ്മളൊക്കെ പഠിച്ചിരുന്ന ഇതാണ്. ഞാൻ പല എന്താണ് കോച്ചിങ് ക്ലാസ്സുകളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ബാറ്റിന്റെ ഫേസ് ഓൾമോസ്റ്റ് ആകാശത്തേക്ക്, അതായത് ഫേസിങ് ടുവേർഡ്സ് സ്കൈ ഇരിക്കണം എന്നൊക്കെ ഉള്ളത്.
അതുപോലെ തന്നെ ഇവിടെയും വലിയൊരു ബാക്ക് ലിഫ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ സ്ട്രോക്കിൽ അത്ര ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാല് ഒന്ന് നമ്മൾ ഈ സ്വീപ്പ് എന്ന് പറയുന്നത് സ്വീപ്പിംഗ് മോഷനിലാണ് ഈ സ്ട്രോക്കിനെ നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്. രണ്ട്, ഇവിടെ നമ്മൾ എല്ലാ ഹൊറിസോണ്ടൽ ഷോട്ട്സും ഈവൻ സ്വീപ്പ് ആയാലും കട്ടായാലും ഫുള്ളായാലും എല്ലാം നമ്മൾ ശ്രമിക്കുന്നത് ബോളിനെ കൂടുതൽ ടൈം ചെയ്യാനാണ്. കാരണം വെച്ചാല് എത്രത്തോളം നമ്മൾ ബോളിനെ ടൈം ചെയ്യുന്നു അത്രത്തോളം നല്ലൊരു നമുക്ക് കൺട്രോളോടെയും പവറോടെയും ആ സ്ട്രോക്ക് നമുക്ക് കളിക്കാൻ കഴിയും. എത്രത്തോളം നമ്മൾ എന്താണ് പവറിനെ ശ്രമിക്കുന്നു, എത്രത്തോളം ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, എത്രത്തോളം അതില് നമ്മുടെ സ്ട്രോക്കിന്റെ എഫിഷ്യൻസി കുറയും. കാരണം വെച്ചാൽ ഒന്ന് ഇത് അക്രോസ് ദ ലൈനാണ് അടിക്കുന്നത്. പിന്നെ ഇത് അക്രോസ് ദ ലൈൻ ആയതുകൊണ്ട് മാത്രമല്ല ഈ നമ്മുടെ ടർഫിൽ ബാറ്റ് ചെയ്യുമ്പോൾ പല സ്പീഡും ബൗൺസും ഒക്കെ വേരി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഐഡിയലി നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സ് കളിക്കുമ്പോൾ ടൈമിങ്ങിനും എന്താണ് കൺട്രോളിനും അതായത് പ്ലേസ്മെന്റിനും കൂടുതൽ ശ്രദ്ധിക്കുക. എത്രത്തോളം അത് നമുക്ക് കഴിയുന്നു അത്രത്തോളം ഈ സ്ട്രോക്കുകൾ വളരെ ഭംഗിയായിട്ട് കളിക്കാൻ കഴിയും. അപ്പൊ ഈ സ്വീപ്പിന് ഇത്രയും വലിയ ബാക്ക് ലിഫ്റ്റിന്റെ ആവശ്യമില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സംഭവം. മിക്കവാറും കോച്ചസ് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കാണാം, നമ്മുടെ ബാറ്റ് ഇങ്ങനെ ഷോൾഡറിന് മുകളിൽ നിന്ന് എൽബോക്ക് ഉയർത്തി അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത്. നമുക്ക് അത്രയും ആവശ്യമില്ല. ഇതൊക്കെ അതിന്റെ ഒരു എന്താണ് പിക്ചേഴ്സ് ആണ്. വളരെ വളരെ എന്താണ് ഒരു ഷോർട്ട് ബാക്ക് ലിഫ്റ്റ് ആണ് ഈ സ്വീപ്പിന് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു വീഡിയോ ഉണ്ട്, ഞാൻ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. സോ ഇത് ഈ ഒരു വേർഡ് ഞാൻ എപ്പോഴും ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സിലെല്ലാം ഞാൻ ഇത് എംഫസൈസ് ചെയ്യുന്നത് ഹൈ ടു ലോ എന്നുള്ള ആ ഒരു കാര്യം. കാരണം വെച്ചാൽ നമ്മള് ബോളിന്റെ ബൗൺസിന്റെ മുകളിലോട്ടാണ് ഈ ബാറ്റിനെ കൊണ്ടുവരേണ്ടത്. അപ്പം ബാറ്റ് ഒരു ഹൈ ടു ലോ മോഷനിലാണ് ബോളിന്റെ മുകളിലോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതെല്ലാം ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സിൽ എല്ലാത്തിലും ഇതേ ഒരു കാര്യം നമുക്ക് ഫോളോ ചെയ്യാം. നേരത്തെ നമ്മൾ ആ സ്ട്രോക്കിൽ കണ്ടുപോലെ ഹെഡ് ആ പ്ലെയർ മുമ്പോട്ട് ലീൻ ചെയ്യുന്നു, ഇവിടെ ഹെഡ് അത്രത്തോളം ലീൻ ചെയ്യുന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഒന്ന് മേ ബി അയാൾക്ക് ബോള് ദേഹത്ത് കൊള്ളുമെന്നുള്ള പേടി ഉണ്ടാവാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടു മച്ച് ഓഫ് ഫോഴ്സ് യൂസ് ചെയ്യാൻ നോക്കുകയാണ് ബോൾ ഹിറ്റ് ചെയ്യാൻ. അപ്പോഴും നമ്മൾ മുമ്പോട്ട് ലീൻ ചെയ്യണമെന്നില്ല. അപ്പോഴും നമ്മുടെ ബോഡി കുറച്ച് എന്താണ് പുറകോട്ട് ലീൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേണും നമുക്ക് എന്താണ് നെറ്റ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ പ്ലെയർ കളിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് മാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇതിനു മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ പ്ലെയറിന്റെ ഒരു ഒബ്സർവ് ചെയ്യണത് നമ്മൾ എല്ലാ ആംഗിളിൽ നിന്നും നോക്കിയാലേ ആ കറക്റ്റ് ബോഡി പോസ്ചർ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ ഇത് അപ്പർ ബോഡി പുറകോട്ട് ലീൻ ചെയ്ത് കളിച്ചാലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒന്ന് അല്ല ഇവിടെ ഏകദേശം എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യണം. ഒന്ന് ഹാൻഡ്സ് ലീഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ബാറ്റ് ബോളിൽ എത്താൻ നോക്കുന്നുണ്ട്. ബട്ട് ഒരേ ഒരു കാര്യം, അയാളുടെ വെയിറ്റ് മൊത്തം ബാക്ക് ഫുട്ടിലാണ്. ഇവിടെ കാണാൻ അയാളുടെ വെയിറ്റ് മൊത്തം ഈ പുറകത്തെ കാലില കൂടുതൽ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ബാറ്റിന്റെ ആംഗിളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാം. ഇത് എങ്ങനെ മാറ്റാം? നമ്മള് ഫസ്റ്റ് ക്ലാസ് തന്നെ പഠിച്ചു. നമ്മളൊരു സ്കില്ല് ബിൽഡ് ചെയ്യുമ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ അത് ബിൽഡ് ചെയ്യണമെന്ന്. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ ഫസ്റ്റ്, ദെൻ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡ്രിൽസ് കൊടുക്കുക. അങ്ങനെ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട. ഒന്ന്. രണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് എപ്പോഴും ഒരു ടെക്നിക്കൽ ആസ്പെക്ട് തന്നെ ആവണമല്ലോ. ചിലപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഐഡിയലി ഈ സ്ട്രോക്ക് ഇത് കളിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എന്തായാലും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പിച്ചിന്റെ ഒരു ഈവൻനെസ്, അതുപോലത്തെ കാര്യങ്ങളും നമ്മൾ ഒരു ജൂനിയേഴ്സിനെ അറ്റ്ലീസ്റ്റ് ജൂനിയേഴ്സിനെങ്കിലും പഠിപ്പിക്കുമ്പം ഈ കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്. ഹെൽമെറ്റ് എന്തായാലും ഏത് കാറ്റഗറി ആയാലും ഹെൽമെറ്റ് ഈസ് വെരി വെരി എന്താണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത് നിങ്ങൾ കമ്പൽസറി ആയിട്ട് തന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറയാം. ഇപ്പൊ ബോഡി മുമ്പോട്ട് ലീൻ ചെയ്തിട്ടില്ല അയാളുടെ ഈ പ്ലെയറിനെ നോക്കുക. ഇവിടെ അയാളുടെ ഹെഡ് മുമ്പോട്ട് ലീൻ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ആ കിനോയിൽ കണ്ടു, അയാളുടെ ഹെഡ് മിക്കവാറും ഫ്രണ്ട് ഫുട്ടിന്റെ മുകളിലായിരുന്നു. ഇത് മുമ്പോട്ട് പോയിട്ടില്ല. അപ്പൊ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അയാളുടെ എന്താണ് ഫീറ്റ് മുമ്പോട്ട് ബോളിന്റെ അടുത്തോട്ട് എത്തുകയില്ല. മാക്സിമം റീച്ച് അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെയും എന്താണ് ബോളിന്റെ ബൗൺസ് അയാൾക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയില്ല.
ഇനി വേറൊന്ന് ബോളിന്റെ സൈഡിൽ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്. ബോളിന്റെ മുകളിൽ ഹിറ്റ് ചെയ്യുന്നതിന് ബാറ്റ് കൊണ്ട് ബോളിന്റെ സൈഡിൽ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോഴും നോക്കൂ, ഈ വീഡിയോയിൽ നോക്കൂ, അയാൾക്ക് ബോളിന്റെ ബൗൺസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ബോളിന്റെ സൈഡ് ഹിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ മിക്കവാറും ബോള് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ഹിറ്റ് ചെയ്താൽ അത് ഏറി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ടോപ്പ് എഡ്ജ് എടുക്കാനുള്ള ചാൻസ് അധികമാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒന്നേ ആ പ്ലെയർ ബോള് വളരെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് സംഭവിക്കാം. ദെൻ അയാളുടെ ബാക്ക് ലിഫ്റ്റ്, മെയിൻലി നിങ്ങളെ ബാക്ക് ലിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ബാക്ക് ലിഫ്റ്റ് ആ ബോളിന്റെ ബൗൺസിന്റെ മുകളിൽ എത്താൻ തക്ക രീതിയിലുള്ളതായിരിക്കണം എന്നില്ല. ഇതാണ് ഞാൻ ബോളിന്റെ സൈഡിൽ ഹിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാറ്റിന്റെ പൊസിഷൻ ഇതായിരിക്കും. ബോളിന്റെ ബൗൺസ് അവിടെ കവർ ചെയ്തിട്ടില്ല, ബോളിന്റെ സൈഡിലാണ് ഹിറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈവൻ നമ്മള് പാഡൽ സ്ട്രോക്ക്, അതായത് ഫൈൻ ലെഗിലോട്ട് ബോൾ നമ്മൾ ഗൈഡ് ചെയ്ത് വിടുകയാണെങ്കിൽ അപ്പോഴും ബോളിന്റെ മുകളിലായിരിക്കും ബാറ്റിന്റെ ഫേസ് വരിക. കുറച്ചെങ്കിലും അത് ആംഗിൾ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അപ്പോഴും ബൗൺസ് ബോള് അലാമിംഗ് ആയിട്ട് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ അത് ടോപ്പ് എഡ്ജ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അഗൈൻ ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ബാറ്റിന്റെ ഫേസ് ബോളിന്റെ സൈഡിലാണ്. ദോ ഈസ് ലീനിങ് ഫോർവേഡ്, ബട്ട് അയാളുടെ ബാറ്റിന്റെ ഫേസ് ബോളിന്റെ സൈഡിലെ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഈ എന്താണ് ബോളിന്റെ സൈഡിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു റീസൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹെഡ് കൊണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ട്രൈഡ് മുമ്പോട്ട് പോകും. അപ്പോ അതും നമ്മുടെ ബാക്ക് ലിഫ്റ്റുമായിട്ട് നല്ലൊരു കോറിലേഷൻ ഉണ്ട്. നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ബാക്ക് ലിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് റിതമിക്കായിട്ട് മുമ്പോട്ട് പോകാനും കഴിയും. ചെറിയ ബാക്ക് ലിഫ്റ്റിലാണെങ്കിൽ അത്രയേ ഫുട് വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്ക് ലിഫ്റ്റും നമ്മുടെ ഈ ഫുട് വർക്കുമായിട്ട് ചെറിയൊരു കോറിലേഷൻ ഉണ്ട്. ഇത് അടുത്തത് സ്വീപ്പ് ചെയ്യുമ്പോഴുള്ള ബാലൻസ് പോകുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അയാളുടെ ഫ്രണ്ട് ഫുട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാളുടെ ബാലൻസ് പോകുന്നത്. ഐഡിയലി നമ്മൾ ഈ സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഇരിക്കുമ്പോൾ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ബേസ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പർ ബോഡി, നമ്മുടെ ബാറ്റും വളരെ കോൺഫിഡന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ബേസ് തന്നെ സ്റ്റേബിൾ അല്ല. അപ്പൊ ബേസ് സ്റ്റേബിൾ അല്ലെങ്കിൽ അത് നമ്മുടെ സ്ട്രോക്കിനെയും ബാധിക്കും, അതിനുള്ള ഇമ്പാർട്ട് ചെയ്യുന്ന പവറും കൺട്രോളും ഒക്കെ ബാധിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അയാളുടെ ഫീറ്റ് വളരെ നാരോ ബേസ് ആണ്. അപ്പൊ അയാളുടെ ബോഡി അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾക്ക്. അപ്പൊ ഒന്ന് നമ്മള് നേരത്തെ വെർട്ടിക്കൽ ഷോട്ട്സിൽ പഠിച്ചു, നമ്മൾ ഓൺ ഡ്രൈവ് കളിക്കുമ്പോൾ നമ്മുടെ ടോ വളരെ സ്ട്രെയിറ്റ് ആവില്ല, കുറച്ച് ആംഗിൾ ആയിരിക്കും, എങ്കിലും മാത്രമേ നമുക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും സ്വീപ്പ് കളിക്കുമ്പോഴും ഫ്രണ്ട് ഫുട്ട് കൊണ്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് മിഡ് ഓഫിലോട്ട് പോയിന്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഓഫ് സൈഡിലോട്ട് പോയിന്റ് ചെയ്തിരിക്കാം. അപ്പൊ അയാൾ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് സ്ട്രോക്ക് കളിക്കുന്നതിന്റെ കൂടെ നമ്മൾ ബോഡി ലോ ആക്കി കൊണ്ടുവരുന്നത്. ഒന്നത്. രണ്ട്, നമ്മുടെ ഹെഡ് എപ്പോഴും ബോളിന്റെ മുകളിലായിരിക്കണം, ബോളിന്റെ ലൈനിലോട്ടായിരിക്കണം. അപ്പൊ ഹെഡ് നമ്മൾ കളിക്കുമ്പോൾ ലൈൻ മാറുകയാണെങ്കിൽ അവിടെ നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ബോളിന്റെ ലൈനിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് ബേസിന്റെ മുകളിൽ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ സ്ട്രോക്ക് വളരെ പവർഫുൾ ആയിട്ടും വിത്ത് കൺട്രോൾ ഗുഡ് കൺട്രോളോടെ അത് കളിക്കാൻ കഴിയും. പിന്നെ ഈ ബാലൻസ് പോകാൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ സ്ട്രോക്കും നമ്മൾ വളരെ പവർഫുൾ ആയിട്ട് ഹിറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അയാളുടെ ബാക്ക് ലിഫ്റ്റ് എവിടെ നിന്ന് വരുന്നത് കാണാം. ഇറ്റ്സ് എ വെരി ബിഗ് ബാക്ക് ലിഫ്റ്റ്. അപ്പൊ ഈ ബാറ്റിന്റെ സ്വിങ്ങും അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇഫ് യു ഗോ ബാക്ക് ടു ദ ബേസിക്സ്, ഇതെല്ലാം ഒരുവിധം നമുക്ക് മാനേജ് ചെയ്ത് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ. ഇതിലെ അയാളുടെ ബാക്ക് ലിഫ്റ്റ്, സച്ചിന്റെ ബാക്ക് ലിഫ്റ്റ് എത്ര എഫിഷ്യന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാം.
കിനോയെ കാണാൻ പറ്റുന്നുണ്ട് ടിനോ? ഇല്ല ഇല്ല ബിജു, വന്നിട്ടില്ല. നിലവിലുള്ള പ്രസന്റേഷൻ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് കിനോവിയ എടുത്താൽ മതി. ഇപ്പൊ പ്രസന്റേഷനേ ഇല്ല ഇപ്പം. ബിജു ഒന്നും കൂടെ പ്രസന്റ് ചെയ്യാമോ? മ്യൂട്ട് മാറ്റി വെച്ചു. മ്യൂട്ട് മാറ്റി. പ്രസന്റ് ആവുന്നുണ്ട് ബിജു. ഓക്കെ ഞാൻ ഇനി കിനോവിയ പോകാലോ. ഇപ്പൊ കാണുന്നുണ്ട്, കിനോവിയ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ബിജു, കാണുന്നുണ്ട്. ഓക്കെ, അതേ വീഡിയോ തന്നെ ഒന്ന് സ്ലോ മോഷനിൽ കാണിക്കാം. സോ ഇവിടെ ഒരു ഓപ്റ്റിമം ലെവലിലുള്ള ബാക്ക് ലിഫ്റ്റ് സച്ചിൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അത് അഗൈൻസ്റ്റ് സ്പിന്നേഴ്സ്. സോ ഇത്ര ആ ബൗൺസ് കൗണ്ട് ചെയ്യാനുള്ള ആ ലിഫ്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ഐഡിയലി ഒരു ചെറിയൊരു ബാക്ക് ലിഫ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബോളിന്റെ ബൗൺസിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബാക്ക് ലിഫ്റ്റ്. സോ അത് അപ്പം നമുക്ക് ബോളിന്റെ സ്പീഡ് അനുസരിച്ച് ബാറ്റിന്റെ സ്പീഡ് മാനേജ് ചെയ്യാനും കഴിയും. സ്ട്രോക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ടൈം ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്കത് സാധിക്കും. ഓക്കെ, തിരിച്ചത് എന്ത് ചെയ്യണം അല്ലേ?
സ്ലൈഡ് കാണാമല്ലോ? കാണാൻ പറ്റൂ, കാണാം. ഓക്കെ. സോ അപ്പം സ്വീപ്പിന്റെ ബാക്ക് ലിഫ്റ്റിന്റെ ഇഷ്യൂ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം അയാൾ എന്ത് മാത്രം ബാലൻസ്ഡ് ആയിട്ടാണ് ബോളിന്റെ അടുത്തോട്ട് എത്തുന്നത്. ഓക്കെ, അടുത്തത് നമ്മള് അടുത്ത സ്ട്രോക്കിലോട്ട് പോവാണ്. കട്ട് ഷോട്ട്സിന്റെ കോമൺ എറേഴ്സിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഇതിന്റെ ബേസിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂവിങ് ബാക്ക് ഫുട്ട് അക്രോസ് ടു ദ ഓഫ് ടം, അതായത് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നത് ബാക്ക് ആൻഡ് അക്രോസ് ആണ്. ഇതിപ്പോ നമ്മൾ അക്രോസ് പോയാൽ മതി. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അങ്ങോട്ട് നമ്മുടെ ഫുട് വർക്ക് യൂസ് ചെയ്താൽ മതി. മാത്രമല്ല ഈ രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മള് ബോളിനെ കറക്റ്റ് നമ്മുടെ ബോഡി എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് ആ ഡയറക്ഷനോട്ട് തന്നെ ഹിറ്റ് ചെയ്യാനും കഴിയും. എക്സ്റ്റെൻഡ് ആംസ്, ഫുൾ ആം എക്സ്റ്റൻഷനിൽ ഹിറ്റ് ചെയ്യണം. മാക്സിമം ഫോഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത വഴി. പോയിന്റ് ഓഫ് കോൺടാക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐസ് ആൻഡ് റോൾ ദ റിസ്റ്റ്, അതായത് നമ്മുടെ ബോഡിയുടെ കണ്ണിന്റെ കുറച്ച് ഫ്രണ്ട് വെച്ചാണ് ബോൾ മീറ്റ് ചെയ്യുക, റിസ്റ്റ് റോൾ ചെയ്യുക എന്നുള്ളതാണ്. ബോഡി വെയിറ്റ് ഓൺ ദ ബാക്ക് ഫുട്ട്. അപ്പൊ ഇവിടെ കട്ട് ഷോട്ട്സിൽ നമ്മൾ എന്താണ് പുറത്തെ കാലാണ് കൂടുതൽ വെയിറ്റ് വരുന്നത്. അവിടെ നിന്നും എഗെയിൻ നമ്മൾ ബോളിലോട്ടാണ് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ അതില് കട്ട് ഷോട്ട്സിൽ വരാവുന്ന ഒന്ന് രണ്ട് ബുദ്ധിമുട്ടാണ് ഇത്. ഒന്ന്, ബാറ്റിനെ ഫേസ് ഓപ്പൺ ചെയ്യുക, അതായത് ബോൾ സ്ലൈസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് സംഭവിക്കുന്ന വെച്ചാൽ ടു മച്ച് ഓഫ് വാട്ടർ ഹാൻഡ് നമ്മൾ ആ സ്ട്രോക്കിൽ കളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് ഫോഴ്സ്ഫുൾ ആയിട്ട് ബോൾ ഹിറ്റ് ചെയ്യാൻ നോക്കിയാലും ഈ ഒരു പൊസിഷനിലോട്ട് ബാറ്റ് മാറാം. അപ്പൊ ഇൻ ദ എൻഡ് ബോളിനെ നമ്മൾ ബോളിന്റെ മോൾ ഹിറ്റ് ചെയ്യുന്നതിന് പകരം ബോളിന്റെ എന്താണ് സ്ലൈസ് ചെയ്ത് വിടാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്, രണ്ട്, നല്ല രീതിയിലുള്ള ബാക്ക് ടിപ്പ് ഇല്ലെങ്കിലും അവിടെയും ഇതുപോലത്തെ ഒരു കണ്ടീഷൻ വരാവുന്നതാണ്. കാരണം വെച്ചാൽ വലിയ ബാക്ക് ടിപ്പ് ഇല്ലെങ്കിൽ ബോളിന്റെ ബൗൺസിന് മുകളിൽ കയറാൻ പറ്റാണ്ടാവും. അത് ഇങ്ങനെ ഒരു എന്താണ് എൻഡ് റിസൾട്ട് കൊണ്ടെത്തിക്കും. ഇവിടെ അയാള് ബാറ്റിന്റെ ഫേസ് ക്ലോസ് ചെയ്തിട്ടില്ല. സ്ലൈസിങ് ദ ബോൾ അഗെയിൻ. നോക്കാം, നമ്മള് നേരത്തെ എല്ലാ സ്ട്രോക്കിലും പറയുന്ന പോലെ ബോളിന്റെ ബോളിലോട്ടാണ് നമ്മൾ വെയിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഇവിടെ വെയിറ്റ് ട്രാൻസ്ഫർ നടന്നില്ല. അപ്പോൾ ഹെഡ് നോക്കും, ഹെഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പുറത്തെ കാലിലോട്ട് പോയിട്ടില്ല. അത് ഇപ്പോഴും എന്താണ് നമ്മൾ ഓപ്പോസിറ്റിലേക്ക് അല്ലെങ്കിൽ ബോഡിയുടെ മിഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എഗെയിൻ ബോളിന്റെ അടുത്തോട്ട് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നോക്കാം, അപ്പോഴും ബോളിൽ നിന്ന് വളരെ ദൂരെ ആയിട്ടാണ് അയാളുടെ ബാറ്റും ബോഡിയൊക്കെ ഇരിക്കുന്നത്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ലീഡ് വിത്ത് യു ഹെഡ്, നല്ല രീതിയിൽ ബോളിന്റെ ലൈനിന്റെ അടുത്ത് എത്താൻ കഴിയും, നല്ല രീതിയിൽ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാ സ്ട്രോക്കിലും പോലെ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. ബോഡി പൊസിഷൻ നോക്കാം, ബോളിലോട്ട് പോയിട്ടില്ല. ഓക്കെ, എന്റെ ഒരു വീഡിയോ കാണിക്കാം. സോ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. വീഡിയോ കാണുന്നില്ല. ക്ലോസ് ചെയ്യണം അല്ലേ? വരുന്നില്ല. വന്നു ബിജു, കാണുന്നില്ല. കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ,
സോ ഇവിടെ നോക്ക് കട്ട് കളിക്കുമ്പോൾ ബോളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. ഇപ്പം അയാള് സ്ട്രോക്ക് കളിക്കുകയാണ്, പക്ഷെ ബോൾ എങ്ങോട്ട് കളിക്കുകയാണ്, പക്ഷെ അയാളുടെ ബോഡി എങ്ങോട്ടാണ് ലീൻ ചെയ്യുന്ന നോക്കിക്കോളൂ. ഒരു ബോളിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്ന ഒരു സിംറ്റം ആണത്. കാണാൻ നല്ല ഒരു സ്പെക്ടാക്കുലർ ആയിട്ട് തോന്നുമെങ്കിലും ഫുൾ ഫോഴ്സ് ബോളിലോട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ബോള് ഗ്രൗണ്ടിലോട്ട് കൺട്രോൾ ചെയ്ത് ഹിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ കാണാം ബോള് അത് അയാൾക്ക് താഴ്ത്തി കളിക്കാനുള്ള സാഹചര്യം കുറവാണ്. സോ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, അയാളുടെ ബാക്ക് ഫ്ലിപ്പ് എവിടെ നിന്ന് വരുന്നു നോക്കിയാൽ മതി. അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് ബോളിന്റെ സൈഡിൽ അല്ലെങ്കിൽ ബോളിന്റെ അടിയിലോട്ടാണ് അടി പോകുന്നത്. എപ്പോഴും ബോൾ എയറിലോട്ട് പോവാണ്. സോ ഐഡിയലി നമ്മൾ ബോളിന്റെ മുകളിലോട്ടാണ് നമ്മുടെ അപ്പർ ബോഡി ലീൻ ചെയ്യണം. എവറി സ്ട്രോക്ക് കളിക്കുന്ന പോലെ ഫ്രണ്ട് ഫുട്ടിലാണെങ്കിലും നമ്മൾ സ്വീപ്പ് കളിക്കുമ്പോഴാണെങ്കിലും ബോളിന്റെ മുകളിലോട്ടാണ് നമ്മൾ ബോഡി ലീൻ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ മാക്സിമം ഫോഴ്സ് ബോളിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബോളിനെ നമുക്ക് പ്രോപ്പർ കൺട്രോളോടെ ഹിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അവിടെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത് കാണാൻ കഴിഞ്ഞല്ലോ. ഇപ്പൊ സ്ലൈഡ് കിട്ടിയല്ലോ. കാണുന്നുണ്ട് ബിജു, കാണുന്നുണ്ട്. സ്ലൈഡ് കാണുന്നുണ്ട്. ഇൻഎഫിഷ്യന്റ് വെയിറ്റ് ട്രാൻസ്ഫർ ആണ്. അഗൈൻ ബോഡി പുറകോട്ട് ലീൻ ചെയ്തിരിക്കുന്ന കാണാം. ഇതെല്ലാം നമ്മുടെ നാട്ടില് കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ്, നിങ്ങൾ നമ്മുടെ വെയിറ്റ് ട്രാൻസ്ഫറും അതുപോലെ തന്നെ ബാക്ക് ലിഫ്റ്റില് കൂടുതലും ബാക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബോളിന്റെ മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ അഗൈൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൈറ്റ് ലോ മോഷൻ, ബാറ്റിന്റെ ആ മോഷൻ നമ്മൾ കുട്ടികളെ കൂടുതൽ എംഫസൈസ് ചെയ്യണം, പ്രത്യേകിച്ച് ഈ ഹൊറിസോണ്ടൽ സ്ട്രോക്സ് കളിക്കാൻ. അഗൈൻ ബോഡി ബോളിലോട്ട് പോകുന്നില്ല, ബോഡി പുറകോട്ടാ നൽകുന്നത്. അത് ഏകദേശം ഒരു ഹീലിലോട്ടാണ് വെയിറ്റ് ഇരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ലീനിങ് ഫോർവേഡ് ഇറ്റ് ഈസ് ലീനിങ് ബാക്ക്വേർഡ്സ്. സോ ഐഡിയലി നമ്മൾ ആസ് കോച്ചസ് നമ്മൾ ഈ ഒരു സൈഡിലെ നെറ്റിലോട്ട് ബോൾ പൊക്കി ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടേണ്ടതാണ്. കാരണം വെച്ചാൽ ബോൾ ഇത്ര ഹൈറ്റിൽ പോകണമെങ്കിൽ മിക്കവാറും ക്യാച്ചബിൾ ഹൈറ്റിലായിരിക്കും ബോൾ പോകുന്നത്. സോ അതിന് ഒരു പരിധി വരെ നമുക്ക് ഇവിടെ ഒരു 1 മീറ്റർ ഹൈറ്റില് ഒരു ടാഗ് കിട്ടുകയാണെങ്കിൽ, ഒരു ചെറിയൊരു ടാഗ് ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ അതിന്റെ താഴോട്ട് ബോളിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് കൊടുക്കാം, അതിലോട്ട് ഹിറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഇത് കൊടുക്കാം, ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഇത് രണ്ട് വ്യത്യാസം നോക്കുക. ഒന്ന്, ബോളിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ ബാറ്റിന്റെ ഫേസും ഒക്കെ നോക്കുക. ഒന്ന് ബോളിന്റെ മുകളിലോട്ട് വെയിറ്റ് ട്രാൻസ്ഫർ ഉള്ള വ്യത്യാസം, ബോഡി ലീനിങ്ങും ബാറ്റിന്റെ ഫേസും ഒക്കെ നോക്കുക. ഇത് ഹൈ ബാക്ക് ലിഫ്റ്റ് ആണ്. ഇത്രയും വലിയ ബാക്ക് ലിഫ്റ്റിന്റെ ആവശ്യമില്ല. അഗൈൻ നേരത്തെ നമ്മൾ സ്വീപ്പിൽ പറഞ്ഞ പോലെ നമ്മൾ ബാറ്റ് എടുത്ത് ഷോൾഡറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴും ബാറ്റിന്റെ ഫേസ് ടൂൾസ് സ്കൈ. ഞാൻ ഇത് പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ സ്ട്രോക്ക് കളിക്കാൻ പോകും. നമുക്ക് അത്രേണ്ട ആവശ്യമില്ല. ബോളിന്റെ ബൗൺസിന്റെ മുകളിൽ കയറണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ബാക്ക് ലിഫ്റ്റിനുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള മതി. എത്രത്തോളം ബാറ്റ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു അത്രത്തോളം സമയം എടുത്ത ബാറ്റ് തിരിച്ചു വരത്തുള്ളൂ. അപ്പം അതുകൂടെ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാല് നമ്മള് കുറച്ചുകൂടെ ഒരു ഓപ്റ്റിമം ബാക്ക് ലിഫ്റ്റിലോട്ട് പോകും. കാരണം വെച്ചാൽ ആ ബോളിന്റെ ബൗൺസിനനുസരിച്ചുള്ള ബാക്ക് ലിഫ്റ്റിന് ആവശ്യമുള്ളൂ. പിന്നെ വേറെ എന്താ വെച്ചാല് നമ്മള് വെർട്ടിക്കൽ ഷോട്ട്സിലും പറയും നമ്മുടെ ഫ്രണ്ട് ഷോൾഡറിന്റെ റോള്. അപ്പൊ ഇവിടെയും ഫ്രണ്ട് ഷോൾഡർ റോൾ ഉണ്ട്. ഇത് നമ്മള് എങ്ങോട്ടാണ് ബോളിനെ മീറ്റ് ചെയ്യാൻ, എവിടെ വെച്ചാൽ ബോളിനെ മീറ്റ് ചെയ്യാൻ നോക്കുന്ന ആ ഭാഗത്തായിരിക്കും നമ്മുടെ ഈ ഫ്രണ്ട് ഷോൾഡർ ഒന്ന് ടേൺ ചെയ്ത് വരുന്നത്. എത്രത്തോളം ഫ്രണ്ട് ഷോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നു അത്രത്തോളം നമ്മുടെ ഹിറ്റ് കുറച്ചുകൂടെ വിക്കറ്റിന്റെ ഫ്രണ്ടിൽ, അതായത് കവേഴ്സ് ആ റീജിയനിലായിരിക്കും കൂടുതൽ പോകുന്നത്. നമുക്ക് സ്ക്വയർ ഓഫ് ദ വിക്കറ്റ് കളിക്കണമെങ്കിൽ കൂടുതൽ ഫ്രണ്ട് ഷോൾഡർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പവർ ജനറേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഹിറ്റിംഗ് ടോപ്പ് ഓഫ് ദ ബോൾ എഗെയിൻ നോക്കുക, വ്യത്യാസം നോക്കുക. ബോളിന്റെ അടിയിൽ ഹിറ്റ് ചെയ്യുന്നതും ബോളിന്റെ മുകളിൽ ഹിറ്റ് ചെയ്യുന്നതും. ബാറ്റ് ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് വരുന്നത്. അതായത് ബോളിനെ നമ്മൾ താഴോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണം, മാത്രമല്ല അതില് ഫോഴ്സ് മുമ്പോട്ട് പോകാനുള്ള ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ബാക്ക് ലിഫ്റ്റ്. അപ്പൊ ഇവിടെ ഷോൾഡറിന്റെ ഈ പൊസിഷൻ കാണാം. കാല് മിക്കവാറും എക്രോസ് ആണ് വന്നിട്ടുള്ളത്. ബാക്കിലോട്ട് പോകുന്ന ആവശ്യമില്ല, എക്രോസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അഗൈൻ കട്ട് ഷോട്ട്സിൽ നമ്മൾ ആംസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം നമ്മൾ ആംസ് ഫ്ലെക്ഷൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് ബോളിലോട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ളി ഫ്ലെക്ഷൻ മാത്രമേ ഉള്ളൂ. ബോൾ മീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ എൽബോ ഫുള്ളി എക്സ്റ്റെൻഡ് ആയിട്ടില്ല. അപ്പൊ അത്രത്തോളം ബോളിൽ പവർ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത്ര ഇല്ല. ഇവിടെ നോക്കൂ, ബാറ്റിന്റെ ഫേസ് അഗൈൻ ഒരു ഓപ്പൺ ഫേസ് വെച്ചാണ് ബോളിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫുൾ ആം ലെങ്തിൽ നമ്മൾ ബോൾ ഹിറ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. നമ്മുടെ ആംസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബാക്ക് ഓഫ് ദ ഷോൾഡർ, ബാക്ക് ഫുട്ടിന്റെ മുകളിലോട്ട് വരുന്നുണ്ട്. സ്ലൈഡ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ലീൻ ചെയ്യാം. ബട്ട് ഐഡിയലി ഇത് നോക്കൂ, ഈ ആംസ് ലെങ്ത് യൂസ് ചെയ്താണ് ബോൾ മീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ആംഗിൾ ഓഫ് ദ ബാറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മുടെ ഈ സ്ട്രോക്കുകളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എവിടെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം റീഇൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ സ്ട്രോക്സ് കളിക്കാനുള്ള ആ ഒരു എറേഴ്സ് നമുക്ക് കുറയ്ക്കാം. കാരണം വെച്ചാൽ ബേസ് ആണ് എല്ലാത്തിനും. ഇപ്പൊ ഒരു വലിയ ബിൽഡിംഗ് ആണെങ്കിലും അതിന്റെ ഫൗണ്ടേഷൻ പോലെയാണ് അതിന്റെ മുകളിലോട്ട് കെട്ടിപ്പൊക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ബേസ് എത്രത്തോളം സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഈ സ്കില്ലുകളൊക്കെ വളരെ ഫ്രീ ആയിട്ടും വളരെ എഫിഷ്യന്റ് ആയിട്ട് കളിക്കാൻ നമ്മുടെ പ്ലേയേഴ്സിന് കഴിയും. ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടതെന്ന് വെച്ചാല്, നോക്കൂ, രണ്ട് ഗ്രിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ഇവിടെ ഞാൻ എന്റെ ബാറ്റ് വളരെ ഫോം ആയിട്ട് പാമ്പിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ ബാറ്റിന്റെ ഫ്രീഡം നോക്കുക. രണ്ടാമത്തെ ഇതില് എന്റെ ബാറ്റിന്റെ ഫ്രീഡം നോക്കുക. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, അവിടെ കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സ് കളിക്കുമ്പോഴും ബാറ്റിന്റെ ബാക്ക് ലിഫ്റ്റിന്റെ ടോപ്പിൽ നമ്മുടെ ബോൾ ഹാൻഡ് റിസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാൻ നോക്കണം. കാരണം വെച്ചാൽ അവിടെ കുറച്ചുകൂടെ നമുക്ക് സ്ട്രോക്ക് കളിക്കാനുള്ള ഒരു റേഞ്ച് ഓഫ് മൂവ്മെന്റ് എന്ന് പറയാം, അല്ലെ കൂടുതൽ ഫോഴ്സ് ബോളിലോട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി അവിടെ നിന്ന് കിട്ടും. മാത്രമല്ല നമ്മളെ ഈ എത്രത്തോളം ബോൾ ഹാൻഡ് ടൈറ്റ് ആയിട്ട് പിടിക്കുന്നു അത്രത്തോളം സ്ട്രോക്ക് നമ്മൾ ഓവർ ഹിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാർഡായി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെയും നമ്മുടെ എഫിഷ്യൻസി കുറയും. കാരണം വെച്ചാൽ നമ്മള് നല്ല ടെക്നിക്ക്, അതായത് നല്ല എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ആ ബോഡി യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബോളിലോട്ട് അത്രത്തോളം പവറും കൺട്രോളും നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രോക്ക് കളിക്കുമ്പോഴും നമ്മുടെ രണ്ട് കൈയും ഒരുപോലെ യൂസ് ചെയ്യണം. അപ്പം ഈ ബോൾ ഹാൻഡിന്റെ ഒരു ഈ റേഞ്ച് ഓഫ് മോഷൻ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി അത് ബാറ്റ് സ്പീഡും മാത്രമല്ല
ബോളിൽ കൂടുതൽ എന്താണ് കൺട്രോളും പവറും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടോപ്പ് ഓഫ് ദ ബാക്ക് ലിഫ്റ്റ് നമ്മുടെ ബോട്ട് ഹാൻഡ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്നതിൽ തെറ്റില്ല. കുറച്ചുകൂടെ നമുക്ക് കോച്ചസിനെ റിലേറ്റ് ചെയ്യാൻ വരുന്നത് നമ്മൾ ക്യാച്ച് അടിക്കുമ്പോൾ, ഹൈ ക്യാച്ച് അടിക്കുമ്പോൾ നമ്മുടെ ബാറ്റ് ഇരിക്കുന്ന കൈ എന്ത് ഫ്രീഡത്തോടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ട്രോക്കുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ക്യാച്ച് അടിക്കുമ്പോൾ കൈ വളരെ ടൈറ്റ് ആയിട്ട് ബാറ്റ് പിടിക്കാറില്ല. എത്ര വലിയ ഹൈ ക്യാച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മൾ വളരെ മുറുക്കിയല്ല പിടിക്കുന്നത്. ആ ഒരു ഫേംനെസ്സും ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു റേഞ്ചും ആ ബാറ്റ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സ്ട്രോക്കുകളിലും. കട്ട് ഷോട്ടിന്റെ ഒരു വീഡിയോ ആണ്. സോ അയാളുടെ ഷോൾഡറും ഹെഡും ഒക്കെ ബോൾ എടുത്തോണ്ട് പോകുന്നുണ്ട്. സോ അവര് ഈ സ്ട്രോക്കില് ഈ ബാറ്റ്സ്മാൻ നോക്കുക, എഗൈൻ ആ ബോളിന്റെ ബൗൺസിൽ മുകളിലോട്ട് കയറാനുള്ള ബാക്ക് ലിഫ്റ്റ് എടുക്കുന്നുള്ളൂ. സോ ഈ സ്ട്രോക്ക് കാണുമ്പോൾ ഞാൻ നമ്മുടെ കോച്ചസിനോട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് അങ്ങോട്ട് ചോദിക്കുകയാണ്. സോ ഈ രണ്ട് സ്ട്രോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ലോ മോഷൻ രണ്ട് സ്ട്രോക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് വൺ, സോ ഈസ് മൂവിങ് ഓൺ ഹിസ് ബോൾസ് ഓഫ് ദ ഫീറ്റ് ആണ് ആദ്യം ലാൻഡ് ചെയ്തത്. എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. The second one, so he is landing on his heels. This is the first one. Second one. Okay. So coaches ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ അതിന്റെ ആൻസർ ഞാനിപ്പോ പറയുന്നില്ല. അത് നിങ്ങളുടെ ഒരു എന്താണ് ഈ സ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഏതാണ് കൂടുതൽ എഫിഷ്യന്റ്, ഏതാണ് കൂടുതൽ എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ഏതാണ്, കൂടുതൽ ഫാസ്റ്റ് ഏതാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് അതിൻ്റെ ഉള്ള ആൻസറുമായിട്ട് വരിക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. First one and the second one. Okay. Again, ഞാനൊരു കട്ടിന്റെ വേറൊരു വീഡിയോ കാണിക്കാം. ചിനോയെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ? കാണുന്നുണ്ട് ബിജു, കാണുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. സോ ഇവിടെ നോക്കുക, അഗൈൻ ഈ കട്ട് കളിക്കുമ്പോൾ അയാളുടെ വെയിറ്റ്
ബോളിന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോവാണ്. സോ ബോൾ കളിച്ചത് പോയിന്റിലോട്ടാണ്, പക്ഷെ അയാളുടെ വെയിറ്റ് പോകുന്നത് സ്ക്വയറിലേക്ക് ആ ഡയറക്ഷനിലോട്ടാണ്. ചെയ്യാൻ എവിടെയും ബോളിലോട്ട് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, കിനോയ് കാണാമല്ലോ. വന്നിട്ടില്ല ബിജു, കിനോയ വരുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അഗൈൻ കട്ടിന്റെ ഒരു വീഡിയോ കാണിക്കാണ്. ജസ്റ്റ് വാച്ച്. അഗൈൻ നോക്കൂ, ആ ബോളിന്റെ ബൗൺസിന് മുകളിൽ കയറാനുള്ള ഒരു ബാക്ക് ലിഫ്റ്റ് ഈ ബാറ്റ്സ്മാന്റെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ, ഇപ്പം സ്ലൈഡ് കാണാലോ. കാണാം ബിജു, കാണാം. കണ്ടിന്യൂ. സോ അടുത്തത് നമ്മള് ഫുൾ ഷോട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഷോട്ടാണ് ഇപ്പോഴത്തെ ഗെയിമില്. കാരണം വെച്ചാൽ ഇപ്പോഴും വിക്കറ്റ്സ് ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വൺ ഡേ മാച്ചസ് കളിക്കുന്നൊക്കെ വളരെ ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി വിക്കറ്റ് ആണ്. അപ്പം ഏത് ജസ്റ്റ് സ്ലൈഡ്ലി ഷോട്ട് ആണെങ്കിലും ബാറ്റ്സ്മാൻമാർക്ക് ഇങ്ങനത്തെ സ്ട്രോക്ക് കളിക്കാൻ വളരെ എന്താണ് എളുപ്പമാണ്. ഒന്ന് എല്ലാ നല്ല സ്റ്റാൻഡേർഡ് വിക്കറ്റ് ആയതുകൊണ്ട് അതിലെ ബൗൺസ് അവർക്ക് വിശ്വസിക്കാം. സോ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് ബോൾ വീഴുകയാണെങ്കിൽ
സോ വളരെ എന്താണ് പ്രെഡിക്റ്റബിൾ ആയിരിക്കും അവർക്ക് ഈ സ്ട്രോക്ക് കളിക്കാൻ കഴിയും. സോ പുള്ളിന്റെ ബേസിക്സിൽ ഇതൊക്കെയാണ് പറയുന്നത്. ബാക്ക് ഫുട്ട്, ബാക്ക് ആൻഡ് അക്രോസ് ആണ്, ഹെഡ് സ്റ്റഡി, ആംസ് എക്സ്റ്റെൻഡഡ്, റൊട്ടേറ്റ് ഷോൾഡേഴ്സ് ആൻഡ് റോൾ റിസ്റ്റ്. അപ്പൊ ഇവിടെ ബാക്ക് ആൻഡ് അക്രോസ് പറഞ്ഞ കുറച്ച് നമ്മുടെ ബോഡിയെ ലെഗ് സൈഡിലോട്ട് കളിക്കാനുള്ള ഒരു അലൈൻമെന്റും ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മള് എന്താണ് വെയിറ്റ് ട്രാൻസ്ഫർ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി നമ്മൾ ബാക്ക് ഫുട്ടിൽ നിന്ന് ഫ്രണ്ട് ഫുട്ടിലോട്ടാണ് അഗൈൻ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മള് സ്ട്രോക്ക് ബാക്ക് ഫുട്ടിലോട്ട് പോയാലും സ്ട്രോക്കിന്റെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യണം ബോഡിയുടെ ഫ്രണ്ടിലോട്ടാണ്, അല്ലെങ്കിൽ വിക്കറ്റിന്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ പുറത്തെ കാലിൽ നിന്ന് ബോളിലോട്ട് തന്നെയാണ് വെയിറ്റ് അഗൈൻ നമ്മൾ മുമ്പോട്ട് തന്നെയാണ് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ എവരി സ്ട്രോക്ക് നമുക്ക് ഈ രണ്ടാമത്തെ ഒരു പോയിന്റ് വളരെ അത്യാവശ്യമാണ്, ഹെഡ് സ്റ്റഡി. കാരണം വെച്ചാൽ ബോള് നല്ലവണ്ണം അസസ് ചെയ്തെങ്കിൽ മാത്രമേ, ബോൾ നല്ലവണ്ണം കണ്ടെങ്കിൽ മാത്രമേ അതിന് നല്ലൊരു എന്താണ് സ്ട്രോക്ക് നല്ല എന്താണ് ഏരിയയിൽ വെച്ച് മീറ്റ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പം ഹെഡ് വളരെ അത്യാവശ്യമാണ് ഏത് സ്ട്രോക്കിനും, സ്വീപ്പിനാണെങ്കിലും ശരി ഏത് സ്ട്രോക്കിനാണെങ്കിലും ഹെഡ് സ്റ്റഡി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഹെഡ് സ്റ്റഡി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ഐസ് സ്റ്റഡി ആയിരിക്കുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിനിന് നല്ല ഇൻഫർമേഷൻ വേണമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അത് എന്താ ആ ബോൾ എവിടെയാ വരുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു സ്ട്രോക്ക്, അതിനൊരു ഡിസിഷൻ അതിന് എടുക്കാൻ കഴിയുള്ളൂ. സോ അതിന് ഹെഡ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംസ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് അഗൈൻ, ഫ്ലെക്ഷനിൽ നിന്ന് എക്സ്റ്റെൻഷനോടെ ആൻഡ് റൊട്ടേറ്റ് ഷോൾഡേഴ്സ്. നമ്മൾ അഗൈൻ ഷോൾഡേഴ്സ് കൂടുതൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ മാക്സിമം ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ കൈയിൽ നിന്ന്, അതായത് ഈ കൈ മുറുക്കി പിടിക്കുന്നത് ഈ ഷോൾഡേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ കൈ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നത് ഒരുവിധം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ആൻഡ് അഗൈൻ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഫോഴ്സ് രണ്ട് ഷോൾഡേഴ്സും യൂസ് ചെയ്ത് കൂടുതൽ ഫോഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. റോളിംഗ് ഓഫ് ദ റിസ്റ്റ്, നമ്മൾ ഈ റോളിംഗ് ഓഫ് ദ റിസ്റ്റ് അധികം എംഫസൈസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ വൺസ് ബോൾ ബാറ്റ് നമ്മൾ ഹൈറ്റ് ലോ ആ മോഷനിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബോളിന്റെ മോളിലോട്ട് തന്നെയാണ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റിസ്റ്റ് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ എന്താണ് വെർട്ടിക്കൽ ബാറ്റ് ഷോട്ട്സിൽ പറയുന്ന പോലെ അവിടെ റിസ്റ്റ് കോക്ക് ചെയ്യണം, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അൺകോക്ക് ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്ട്രോക്ക് കളിക്കുമ്പോൾ റിസ്റ്റ് കോക്ക് ചെയ്യപ്പെടും, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അൺകോക്ക് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ എടുത്ത് പ്രത്യേകിച്ച് റിസ്റ്റ് റോൾ ചെയ്യാൻ വേണ്ടി പറയേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഒന്ന് രണ്ട് പ്ലേയേഴ്സിനെ കണ്ടു, അവർ കട്ട് കളിക്കുമ്പോഴും പുള്ള് കളിക്കുമ്പോഴും ദേ ട്രൈ ടു റോൾ ദ റിസ്റ്റ്. അപ്പൊ ഈ റോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒന്ന് ആ ബോളിലോട്ട് അവരുടെ ആക്സസ് കുറച്ച് എന്താണ് കുറയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ടെന്നീസിലൊരു ഈ ടോപ്പ് സ്പിന്ന് ജനറേറ്റ് ചെയ്യാൻ ഒരു സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ അതിൽ കൂടുതലും ബോളിൽ സ്പിന്നാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ട്രോക്കിൽ ഇതിലും കൂടുതൽ നമ്മൾ ഇങ്ങനെ എന്താണ് റിസ്റ്റ് റോൾ ചെയ്യാൻ കൂടുതൽ എംഫസ് ചെയ്ത പിള്ളേർ അത് ബോൾ ഹിറ്റ് ചെയ്യുന്ന വരാം, ബോളിന്റെ മുകളിൽ ഒരു സ്പിൻ ഇമ്പാർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രോക്കാണ് കളിക്കുന്നത്. അപ്പൊ അവിടെ ആ പവർ എന്നുള്ള സംഭവം അവിടെ കുറയുകയാണ്. അപ്പോ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ വൺസ് ബാറ്റ് മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിസ്റ്റ് കോക്കിങ്ങും അൺകോക്കിങ്ങും ഒക്കെ നടക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പവറും അവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രില്ല് കാണിക്കാൻ പറ്റും നോക്കട്ടെ.
ഇപ്പൊ ആ വീഡിയോ പ്രോപ്പറായിട്ട് പ്ലേ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട് ബിജു, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഈ പ്ലെയർ നോക്കുക. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ ബാക്ക് ആൻഡ് അക്രോസ് അല്ല മൂവ് ചെയ്യുന്നത്, ആ പ്ലെയർ നേരെ ബാക്കിലോട്ടാ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം എന്താണ് സ്റ്റംപ് മിസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വെളിയിൽ പോകുന്ന ബോളുകൾ ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. കാരണം മൊണ്ടേ മാച്ചിലൊക്കെ അത് വളരെ ക്രൂഷ്യലാണ്. എക്സാമിന്റെ പുറത്ത് തന്നെ ഒരു നമുക്ക് എക്സ്ട്രാ ഒരു ഡെലിവറി കിട്ടും. അപ്പൊ ആ ഒരു ബോൾ കൂടെ ഇവിടെ കളിക്കേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ലെഗ്സമിലോട്ട് മാക്സിമം ഫോഴ്സിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഹിപ്പ് ഷോൾഡർ ആ ഒരു അലൈൻമെന്റിലോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കൂടുതൽ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ബോൾ ബൗൺസ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയറിന് ആ ബോള് അവിടെ നിന്ന് ഡക്ക് ചെയ്യാനോ വീവ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ അതൊന്ന്. രണ്ട്, ഈസ് എക്സ്പോസിങ് ഹിസ് സ്റ്റംപ്സ്. ഇത് മേ ബി അയാൾ ആ സ്കില്ല് പഠിച്ചിരിക്കുന്നത് തെറ്റുണ്ടാവുക, അല്ലെങ്കിൽ ആ ബോളിനോടുള്ള ഒരു പേടി ഉണ്ടാവാം. ബോളിൽ നിന്ന് വിഡ്രോ ചെയ്ത് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ചില കുട്ടികൾ നേരെ ബാക്കിലോട്ട് തന്നെ പോകാറില്ല, അവർ ലെഗ്സമിന്റെ പുറത്തോട്ടായിരിക്കും കൂടുതൽ മൂവ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഐഡിയലി നമ്മൾ ഒരു ആ പ്ലെയറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വൺ കോച്ചിങ്ങിൽ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ നേരത്തെ പഠിച്ച പോലെ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡിൽ ഈ ഒരു സ്കില്ല് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. സോ ഐഡിയൽ നോക്കുക, അയാള് നേരെ ബാക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ബാക്ക് ആൻഡ് അക്രോസ്. അഗൈൻ ബോളിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് നേരെ പുറകോട്ടാ പോകുന്നത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇവിടെ നോക്കുക, ഈ പ്ലെയർ ഫുള്ള് കളിക്കുമ്പോ how we transfer body weight. സോ അയാളുടെ മൊത്തം ബോഡിയും പുറകോട്ട് ലീൻ ചെയ്തിരിക്കുകയാണ്. നോക്കൂ, ഫർദർ ഈസ് ലൂസസ് ഹിസ് ബാലൻസ്. അഗൈൻ ഫർദർ അയാളുടെ ബേസിന്റെ പുറത്ത് തന്നെ പോയി. ഇത് എന്തുകൊണ്ടാണ്? ഒന്ന്, മേ ബി ആ സ്കില്ല് അയാൾ മനസ്സിലാക്കിയ രീതി എങ്ങനെയായിരിക്കണം. രണ്ട്, അയാൾക്ക് ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഒരുപാട് ലേറ്റ് ആയി പോകുന്നുണ്ട് ആ സ്ട്രോക്ക് കളിക്കുമ്പോൾ. അപ്പോഴേ പിന്നെ ആ ബോളിൽ നിന്ന് ഒരു വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അയാൾക്ക് സ്ട്രോക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അയാളുടെ ബോഡിയെ അങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്യാണ്. സോ അപ്പം ബോള് കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അഗൈൻ വാച്ച്, ബോൾ എയർലോട്ടാണ് പോകുന്നത്. ബോൾ എയർലോട്ടാണ് പോയിരിക്കുന്നത്. കാരണം
ഈ ആംഗിളിൽ നിന്ന് അയാൾക്ക് അങ്ങനെ ബോളിനെ കൺട്രോൾ ചെയ്യാൻ നിർത്തിയുള്ളൂ. അഗൈൻ വെയിറ്റ് ബോളിലോട്ട് പോയിട്ടില്ല. സോ ഒരു ഇൻഎഫിഷ്യന്റ് ഹിറ്റ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. ഒരു പവർ അത്രത്തോളം ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ. ഇതെല്ലാം നമ്മൾ നോർമൽ കേസിൽ കാണുന്നതാണ്. ഇപ്പൊ ഇതില് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഇപ്പൊ ഈ ടെക്നിക്കൽ കറക്ഷൻ മാത്രമല്ല, അയാൾ എത്ര ബോൾ നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടോന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അയാൾ ബോൾ പിക്ക് ചെയ്യുന്നത് ദ റൈറ്റ് ടൈം ആണോ, അയാൾക്ക് ആ സ്കില്ല് ആ ബോൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നിങ്ങൾ അവരുടെ ബേസിക്സ് എല്ലാം നോക്കുക. വെദർ ഈസ് ഹെഡ് ഈസ് സ്റ്റഡി, ഈസി പിക്കിംഗ് ദ ബോൾ ഗുഡ് ഇനഫ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് ആ ഒരു ഒബ്സർവേഷൻ ആവശ്യമാണ്. അതിനുശേഷം അതുപോലത്തെ എന്താണ് ഡ്രില്ലുകൾ കൂടുതൽ ഈ പ്ലാനെ കൊണ്ട് ചെയ്യുക. കാരണം വെച്ചാല് നമ്മൾ അണ്ടർ ആം മാത്രം ഇട്ട് ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അയാൾ മാച്ചിന് പോകുമ്പോൾ അവിടെ ഡിഫറെന്റ് സിനാരിയാണ്. കാരണം വെച്ചാൽ ബൗളർ ഓടി വന്നിട്ടാണ് അങ്ങനെ ഒരു ബോൾ എറിയുന്നത്. അപ്പൊ അത് ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനത്തെ ഡ്രില്ലുകൾ കൂടുതൽ ചെയ്യണം. അഫ്കോഴ്സ് നമ്മൾ അണ്ടർ ആമിൽ തന്നെ തുടങ്ങണം, ബട്ട് അതിൽ മാത്രം കൊണ്ട് അയാൾ മാസ്റ്റർ ചെയ്യില്ല. ദെൻ എന്താണ് ഓവറാമും ചക്കിങ്ങും ഒക്കെ അതിന്റെ ഭാഗമാണ്. ദെൻ ബോളറെ കൊണ്ട് അത് റീച്ച് കളിപ്പിക്കണം. എങ്കിൽ മാത്രമേ അയാളുടെ ആ ഒരു മസിൽ മെമ്മറിയിലോട്ട് ആ സ്ട്രോക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഈ പ്രോസസ്സില് എന്താണ് ഈ നമ്മൾ ഈ സൈഡ് ആമൊക്കെ എറിയുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ഒരു പുതിയൊരു മെത്തേഡാണ് അത്. പക്ഷെ സൈഡ് ആമിനെക്കാട്ടിലും നിങ്ങൾ ഓവറാം കൂടുതൽ അറിയാം. കാരണം വെച്ചാൽ അതാണ് കൂടുതൽ ബോളറുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എന്താണ് കുറച്ചുകൂടെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ആ സ്കില്ല് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. ബോളിന്റെ അടിയിലായി പോകുന്നു മീറ്റ് ചെയ്യുന്നത്. അഗൈൻ ആ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് പൊറോട്ട എന്താണ് വിഴുന്നു പോവാണ്. ബാറ്റിന്റെ ആ എന്താണ് ബോളിന്റെ മുകളിൽ കയറാനുള്ള ആ ഒരു എന്താണ് ശേഷിയൊക്കെ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ഇതാണ് അയാളുടെ വെയിറ്റ് മൊത്തം ബാക്ക് ഫുട്ട് അല്ലെങ്കിൽ ബാക്കിലത്തെ ഹീലിലോട്ട് പോവാണ്. അപ്പം ബാറ്റിന്റെ പൊസിഷൻ ഇങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. കാരണം ഷോൾഡറും ഹെഡും ഒക്കെ പുറകോട്ടായി പോകുമ്പോൾ പിന്നെ ബാറ്റിനെ ജസ്റ്റ് റീച്ച് ചെയ്ത് ബോളിലോട്ട് ഹിറ്റ് ചെയ്യാനായി കഴിയുന്നുള്ളൂ. ഇത് രണ്ടും അതിന്റെ ഒരു പിക്ചേഴ്സ് ആണ്. ബോളിന്റെ അടിയിൽ ബാറ്റിന്റെ ഫേസ് ഇതൊക്കെ നിങ്ങൾക്ക് സൈഡ് വ്യൂയിലും ഫ്രണ്ട് വ്യൂയിലും ഒക്കെ നിന്ന് ഒബ്സർവ് ചെയ്ത് ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അടിയിൽ ഒരു പുള്ള് നോക്കുകയാണെങ്കിൽ ഈ പ്ലെയർ ജസ്റ്റ് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഹിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വിക്കറ്റ്. അപ്പൊ ഐഡിയലി നമ്മൾ പുള്ള് എവിടെയാണ് കൂടുതൽ ഹിറ്റ് ചെയ്യാൻ നോക്കേണ്ടത്? ഈസ് ഇറ്റ് സ്ക്വയർ ലെഗ്, ഫൈൻ ലെഗ്, മിഡ് വിക്കറ്റ്, മിഡ് ഓൺ, ഏത് ഏരിയയിലാണ് കൂടുതൽ ഹിറ്റ് ചെയ്യാൻ നോക്കേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഐഡിയലി പറയുകയാണെങ്കിൽ നമ്മൾ മിഡ് ഓൺ ടു മിഡ് വിക്കറ്റ് ആ ഏരിയയിൽ കൂടുതൽ നമുക്ക് കൺവീനിയന്റ് ആയിരിക്കും. കാരണം വെച്ചാൽ അവിടെ കൂടുതൽ ഫുൾ ആം ലെങ്ത്തിൽ നമുക്ക് ഹിറ്റ് ചെയ്യാൻ കഴിയും. ബാറ്റ് ബോഡിയുടെ ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാക്സിമം ഫോഴ്സ് അതിലോട്ട് ബോളിലോട്ട് ജനറേറ്റ് ചെയ്യാനും കഴിയും. ഇത് ബോളിന്റെ സൈഡിൽ മീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ സ്വീപ്പിൽ പറഞ്ഞ പോലെ ബോളിന്റെ സൈഡിൽ മീറ്റ് ചെയ്യുമ്പോൾ ബോളിന്റെ ബൗൺസ് മാനേജ് ചെയ്യാൻ പറ്റാതെ പോകും. കൺസിസ്റ്റന്റ് ആയിട്ട് ആ ബോൾ സ്ട്രോക്ക് കളിക്കാൻ പറ്റണമെന്നില്ല. മാത്രമല്ല അത് ഏറി പോകാനുള്ള ചാൻസ് അധികമാണ്. ബോളിന്റെ സൈഡിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാറ്റ് ബോളിന്റെ മുകളിലല്ല, ബോളിന്റെ സൈഡിലോട്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഷോർട്ട് ബോൾ കൂടുതൽ റൈസ് ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഒരു ടോപ്പ് എഡ്ജ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ക്യാച്ചിൽ അത് എന്താണ് കലാശിക്കാൻ ചാൻസ് ഉണ്ട്. അഗൈൻ ബോളിന്റെ സൈഡിൽ മീറ്റ് ചെയ്യും. ഇതും കുട്ടികള് ബോളിനെ പേടിക്കുന്നതുകൊണ്ട് വരാവുന്നൊരു കാര്യമാണ്. ഹെഡ് ബോളിനെ ലൈനിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ. അഗൈൻ ബാറ്റിന്റെ ഫേസ് നോക്കിയാൽ അറിയാം
ബോളിന്റെ സൈഡിൽ ഹീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ബോളിന്റെ സൈഡിൽ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ബോളിന്റെ സൈഡിൽ മീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഐഡിയയിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ഫുള്ള് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ മിഡിൽ കിട്ടണം. നമ്മുടെ ഏകദേശം ബോഡിയുടെ മിഡിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ഫോഴ്സ് അതിൽ ജനറേറ്റ് ചെയ്യാനും നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റത്തുള്ളൂ. ബോഡി ഇതിന്റെ അകത്തായപ്പോൾ ജസ്റ്റ് ഒരു ഗൈഡ് ചെയ്ത് വിടാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ നേരത്തെ നോക്കിയ ഇത് തന്നെയാണ് വെയിറ്റ്. ഓക്കെ, ഇത് ഇട്ട് ഈ വീഡിയോ ഇടാനുള്ള ഒരു റീസൺ കൂടെ ഉണ്ട്. അതായത് ഐഡിയലി നമ്മൾ ഈ ബാക്ക് ഫുട്ടിൽ കളിക്കുമ്പോൾ എവിടെ കൊണ്ടാ മൂവ് ചെയ്യേണ്ടത്? നമ്മള് മിക്കവാറും കുട്ടികള് ഹീല് വെച്ച് മൂവ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. കാരണം വെച്ചാൽ ഹീല് കഴിഞ്ഞിട്ട് പിന്നെ ടോയിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് ശീലിച്ചാൽ നമ്മുടെ മൂവ്മെന്റ് ഇങ്ങനെ ഇതുപോലൊരു സാഹചര്യത്തിൽ പോകും. ഇത് നേരത്തെ കണ്ട വീഡിയോ തന്നെയാണ്. ഓക്കെ, അടുത്തത് നേരത്തെ വീഡിയോയിലുള്ള ഒരു പിക്ചർ തന്നെയാണ്. ഇതില് അയാൾക്ക് ബോൾ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ബോൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അയാൾക്ക് ഒട്ടും സ്പേസ് ഇല്ല സ്ട്രോക്ക് കളിക്കാൻ. ഓക്കെ, ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. അതായത് അയാൾ ബോൾ പിക്ക് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയി പോകുന്നത്. എന്തുകൊണ്ട് അയാൾ ആ ബോൾ പിക്ക് ചെയ്യാൻ ലേറ്റ് ആയി പോകുന്നത് വെച്ചാൽ മേ ബി അയാളുടെ ഫുട് വർക്കൊക്കെ അല്ലെങ്കിൽ ട്രിഗർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഷഫ്ലിങ്ങോ എല്ലാം ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും അയാൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് സമയം നഷ്ടം ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ആ മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സ്ട്രോക്ക് കളിക്കാനുള്ള മൂവ്മെന്റോട്ട് വരാൻ കഴിയുള്ളൂ. സോ അയാള് ഫുള്ളി അയാളുടെ ബോഡി പൊസിഷൻ ഇല്ല, പക്ഷെ അതിനിടയ്ക്ക് ബോൾ എത്തിക്കഴിഞ്ഞു. സോ അവിടെ വെച്ചൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അയാൾക്ക് ആ സ്ട്രോക്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇങ്ങനത്തെ സ്ട്രോക്കുകൾ അല്ലെങ്കിൽ സ്കില്ലുകൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് വേണം. ഞാൻ അടുത്ത വീഡിയോയിൽ പോവാണ്. ഓക്കെ, പുള്ളിന്റെ ഓരോ ആസ്പെക്റ്റും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് നമ്മള് എല്ലാ സ്ട്രോക്കിനെ പോലെ നമ്മൾ നല്ലൊരു സോളിഡ് ബേസ് വേണം നമുക്ക്. നമ്മുടെ ബാക്ക് ഫുട്ടിലാണ് നമ്മളിപ്പോ വെയിറ്റ് ഉള്ളത്. ആ ബാക്ക് ഫുട്ട് നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഐഡിയലി നമ്മുടെ ബാക്ക് ഫുട്ട്, ഹിപ്പ്, ഷോൾഡർ ഒക്കെ യൂസ് ചെയ്തായിരിക്കും ഈ സ്ട്രോക്ക് കളിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഏറ്റവും അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ബാക്ക് ഫുട്ട് creating a solid base. സോ അതിന്റെ മുകളിൽ നിന്ന് നമ്മൾ ആ അപ്പർ ബോഡി വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നോക്കിയാൽ അയാള്
ബാക്ക് ഫുട്ടിൽ എങ്ങനെ മൂവ് ചെയ്യുന്നത്, ഇറ്റ്സ് ഓൺ ദ ബോൾസ് ഓഫ് ദ ഫീറ്റ്. സോ അയാൾക്ക് മാക്സിമം ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ ഹിപ്പ് ഷോൾഡർ യൂസ് ചെയ്യാൻ ഒരു ഫ്രീഡം അവിടെ കിട്ടും. സോ അയാളുടെ ബാക്ക് ഫുട്ട് നല്ല സ്റ്റേബിൾ ആയതുകൊണ്ട് അയാൾക്ക് ബോഡിയുടെ ഫ്രണ്ട് വെച്ച് ബോൾ മീറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അയാളുടെ ഷോൾഡേഴ്സും ബാറ്റും എല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും മാക്സിമം ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ അയാൾക്ക് ഇവിടെ ഈ സാഹചര്യത്തിൽ കഴിയും. So meeting the ball in front of the body. So ideally അയാള് ബാക്ക് ഫുട്ടിൽ നിന്ന് പിവട്ട് ചെയ്യാണ് in meeting the body in front. So full arm ലെങ്തിലാണ് അയാൾ ബോൾ ഹിറ്റ് ചെയ്യുന്നത്. സോ ഐഡിയലി ആവശ്യമുള്ള ബാക്ക് ലിഫ്റ്റ് എടുത്തിട്ടുള്ളൂ. ദെൻ വിത്ത് ഫുൾ ആം ലെങ്ത് ബാറ്റ് ഉപയോഗിച്ച് അയാൾ ബോൾ ഹിറ്റ് ചെയ്യാണ്. സോ മാക്സിമം ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അടുത്തത് ബാറ്റിന്റെ മൂവ്മെന്റ് ആണ്. ബാറ്റ് ഐഡിയലി ഹൈറ്റ് ലോ, ഞാൻ നേരത്തെ എല്ലാ സ്ട്രോക്കിലും അത് പറഞ്ഞു, ഫ്രം ഹൈ ടു ലോ പൊസിഷൻ ആണ്. സോ ഇവിടെ ബാറ്റ് കുറച്ച് ഹയർ പൊസിഷനിൽ നിന്ന് ബോളിനെ മീറ്റ് ചെയ്യാൻ ഒരു ലോ പ്ലെയിനിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇവിടെ നോക്കാൻ അയാളുടെ ബാക്ക് ഫുട്ട് എങ്ങനെയാണ് ഒരു സ്റ്റേബിൾ ബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ബാറ്റ് കംസ് ഫ്രം എ ഹയർ പൊസിഷൻ. അയാളുടെ ഷോൾഡർ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഇവിടെ കാണാം. ഷോൾഡർ ബോളിന്റെ നേരെ അലൈൻ ചെയ്യുന്നുണ്ട്, അത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ അത്യാവശ്യമാണ്. ഈ സ്ട്രോക്കിൽ മാക്സിമം ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇവിടെ നമ്മുടെ ഫീറ്റ് ഹിപ്പൊക്കെ നല്ലവണ്ണം എന്താണ് സ്വിവൽ ചെയ്താണ് ഹിറ്റ് ചെയ്യുന്നത്. ഒരു പിവട്ട് പോലെ
അവിടെ നിങ്ങൾക്ക് കാണാം ഹിപ്പും എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. ഓൾമോസ്റ്റ് പിവട്ട് തന്നെയാണ് ബാക്ക് ഫുട്ടിൽ. ഇവിടെ ബാക്ക് ലിഫ്റ്റ് നോക്കാം നിങ്ങൾക്ക്. സൈഡില് ജസ്റ്റ് ആ ബോളിന്റെ ബൗൺസിന്റെ മുകളിൽ കയറാൻ വേണ്ടി മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ ആണത്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ പ്ലെയർ അയാളുടെ ബാക്ക് ഫുട്ടിൽ പോകുന്നതും ബാറ്റ് ഹയർ പ്ലെയിനിന് വരുന്നതും ഹിപ്പും ഷോൾഡറൊക്കെ യൂസ് ചെയ്യുന്നതും ബോൾ എങ്ങോട്ടാ ഹിറ്റ് ചെയ്യുന്നതെല്ലാം കാണാം. ഫുൾ ആം എക്സ്റ്റൻഷനിൽ ഹിറ്റ് ചെയ്യുന്നത് എന്ത് നല്ല സ്വീറ്റ് സൗണ്ടോട് തന്നെയാണ് അയാൾ ഹിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കാം. കാണുന്നില്ല? PPT ആണ് കാണുന്നത് ബിജു, PPT ആണ് കാണുന്നത്. ഉണ്ടോ? വരുന്നുണ്ട് ബിജു, വരുന്നുണ്ട്. കാണാം കിനോവിയെ കാണാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. അയാളുടെ ഫുട് വർക്കും ബാക്ക് ലിഫ്റ്റും സിഗ്നലൈസ് ചെയ്ത് ഇവിടെ കാണാം. സോ ഇവിടെ ബാക്ക് ലിഫ്റ്റ് ബോളിന്റെ ബൗൺസിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഫുൾ ആം ലെങ്തിൽ ബോളിനെ ഹിറ്റ് ചെയ്യാണ്. Then after hitting, pivoting naturally. പിവട്ട് നമ്മൾ ബോൾസ് ഓഫ് ദ ഫീറ്റ് വന്നാൽ തന്നെ നാച്ചുറൽ ആയിട്ട് ബോഡി പിവട്ട് ചെയ്യും. അത് നാച്ചുറൽ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. From high to low.
നിങ്ങൾക്ക് ഇവിടെ ബാറ്റ് മോളിൽ താഴോട്ട് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ബോളിന്റെ മുകളിലോട്ട് തന്നെയാണ് ബാറ്റ് വരുന്നത്. പ്രത്യേകിച്ച് റിസ്റ്റ് പ്രത്യേകിച്ച് റോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഫുള്ള് ഒരു വീഡിയോ തന്നെയാണ്. അഗൈൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോയിങ് അക്രോസ് ബോൾസ് ഓഫ് ദ ഫീൽഡിൽ ബോഡി പിവറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്റ് ഹൈ ടു ലോ മൂവ്മെന്റ് ആണ്. ആൻഡ് ഹിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്ക്വയർ. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് തിയറിയിൽ പഠിപ്പിക്കുകയാണ് ബാക്ക് ആൻഡ് അക്രോസ് പോകണം. ഇപ്പം നമ്മള് പുതിയ മോഡേൺ ക്രിക്കറ്റിൽ അത്ര ബാക്കിലോട്ട് പോകണമെന്ന് തന്നെയല്ല, ഫ്രണ്ട് ഫുട്ടിൽ നിന്നും പുള്ളിയാവുന്നതാണ്. പ്രൊവൈഡഡ് നമ്മുടെ ബൗൺസ് ഓഫ് ദ ബോൾ കുറച്ച് മാനേജബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈവൻ സ്ക്വയർ കട്ടും ഫ്രണ്ട് ഫുട്ട് കളിക്കാവുന്നതാണ്. അതൊക്കെ മുമ്പേ ആൾക്കാർ കളിച്ചിരുന്നു. ഇപ്പം ആ ഫ്രണ്ട് ഫുട്ടിലുള്ള സ്ക്വയർ കട്ട് അത്ര നമ്മള് കാണാറില്ല. ബട്ട് ഈ രണ്ട് സ്ട്രോക്കുകളും ഫ്രണ്ട് ഫുട്ടിലും കളിക്കാവുന്നതാണ്. സോ ഞാൻ കോച്ചസിനോട് ഇവിടെ എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാല് നമ്മുടെ നാട്ടിലിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു സിമന്റ് വിക്കറ്റ് ആണ് കൂടുതൽ. അപ്പൊ അവിടെ ഇതുപോലത്തെ സ്ട്രോക്ക് കളിക്കാനുള്ള ബോളുകൾ അത്ര കിട്ടണമെന്നില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. മേ ബി നമ്മള് സിമെന്റിന്റെ മോള് നല്ലൊരു മാറ്റ് നല്ല ടൈറ്റായിട്ട് വലിച്ചടിക്കാൻ കഴിയുകയാണെങ്കിൽ അത്യാവശ്യം ബൗൺസ് ഒക്കെ ഈവൻ ബൗൺസ് അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയും. ബട്ട് ഐഡിയലി അതൊന്ന് നല്ലൊരു മാറ്റ് ആയിരിക്കണം. മാത്രമല്ല നല്ല ഒരു ഒരു ടൈറ്റ് ആയിട്ട് അത് അടിക്കുകയും വേണം. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല ഈവൻ ബൗൺസ് അവിടെ നമുക്ക് പ്ലേയേഴ്സിന് കൊടുക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം വേറെ അഡ്വാൻറ്റേജ് വെച്ചാൽ ബോൾ അത്ര പെട്ടെന്ന് ചീത്തായി പോകത്തുമില്ല. അതിന് വേറെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കുറയ്ക്കാൻ കഴിയും ഒരു മാറ്റ് ഉണ്ടെങ്കിൽ. സോ അങ്ങനത്തെ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ പ്ലേയേഴ്സിന് കൊടുക്കണം. കാരണം വെച്ചാല് ഇനിയുള്ള കുറച്ച് ഹയർ ലെവലിൽ പോകുമ്പോൾ വിക്കറ്റ്സ് ഒക്കെ നന്നായിരിക്കും. അപ്പം അവിടെ ജസ്റ്റ് ഒരു ബൗളറിന്റെ ഭാഗത്തു നിന്ന് എറർ ഉണ്ടാക്കിയാൽ ഉടനെ അതില് കൂടുതൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കണം. കാരണം അതിൽ കൂടുതൽ റൺസ് ജസ്റ്റ് ഒരു ലെങ്തിലോ ലൈനിലോ എറർ വരികയാണെങ്കിൽ അത് റണ്ണാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് ഉണ്ടാകണം. അപ്പൊ അതിന് ഈ ഒറിസോണ്ടൽ ഷോട്ട്സ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മള് സ്പിന്നേഴ്സിനെതിരെ ഞാൻ വെർട്ടിക്കൽ ഷോട്ട്സിൽ പറഞ്ഞു PT യൂസ് ചെയ്യണമെന്ന്. PT യൂസ് ചെയ്യാൻ മാത്രമല്ല സ്വീപ്പും സ്പിന്നേഴ്സിനെതിരെ ഒരു അവരെ ലെങ്തും ലൈനും ഒക്കെ മാറ്റാൻ വേണ്ടി ഒരു ടാക്ടിക്കൽ വെപ്പണായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ പ്രത്യേകിച്ച് ടഫ് വിക്കറ്റിൽ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അപ്പം സ്വീപ്പ് കളിക്കാനും ഈ PT യൂസ് ചെയ്യാനും നമ്മുടെ പ്ലേയേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. എസ്പെഷ്യലി സ്പിന്നേഴ്സിനെതിരെ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ദെൻ ഈ ഹൊറിസോണ്ടൽ ഷോട്ട്സ് ബാക്ക് ഫുട്ടിലും ഫ്രണ്ട് ഫുട്ടിലും, അതായത് ഈ കട്ടും പുള്ളും, ഇതൊക്കെ ഈ ഒരു മോഡേൺ ഡേ ക്രിക്കറ്റിൽ ഇതൊക്കെ വളരെ അനിവാര്യമാണ്. കാരണം റണ്ണ് വാരി കൂട്ടുക തന്നെ വേണം. അപ്പൊ അതിന് പ്ലേയേഴ്സിന് കൊടുക്കേണ്ടത് നമ്മളൊരു നല്ല സാഹചര്യം, ഇതുപോലത്തെ സ്ട്രോക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കുക. മോഡിഫൈഡ് ഗെയിംസ് വഴിയും നമ്മൾ ഇതുപോലത്തെ സ്ട്രോക്സ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ലൈക്ക് നമ്മുടെ ചെറിയ കാര്യത്തിലെ കളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ കണ്ടിന്യൂസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ബേസ്ബോൾ പോലത്തെ ഗെയിംസ് ഒക്കെ ഇതുപോലത്തെ സ്ട്രോക്സ് കളിക്കാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു മോഡിഫൈഡ് ഗെയിമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓവറോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെങ്കിൽ ചോദിക്കാം. Thank you, Biju. I think it was more or less informative ആയിട്ടൊരു സെഷനാണ് നമ്മൾ കടന്നുപോയത്. Surely there are a lot more things to നമ്മുടെ മൈൻഡിൽ ഉദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൊറിസോണ്ടൽ ബാറ്റ് സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ
ബിജു അടുത്ത് ചോദിച്ച് നമുക്ക് ക്ലാരിറ്റി എടുക്കാവുന്നതാണ്. ഓക്കെ, പ്രജീഷ് ഹരിദാസ് ചോദിച്ചിരിക്കുന്നു, is it advisable to play, just a minute, is it advisable to play sweep shots for a leg spinner who is continuously pitching the ball outside the leg stump? Negative bowling. Of course, കാരണം വെച്ചാൽ ബിജു ഓഫ് കോഴ്സ്, കാരണം വെച്ചാൽ അങ്ങനത്തെ ടാക്ടിക്സ് ബോളർ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനൊരു കൗണ്ടർ ടാക്ടിക്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത്. പ്രൊവൈഡഡ് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കി പ്ലേയേഴ്സിനെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്ന് മാത്രം. കാരണം വെച്ചാൽ ലെഗ് സ്റ്റമ്പിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ എറിയുമ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ കാലഘട്ടം അതല്ല. ഇപ്പം കുറച്ചുകൂടെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ക്രിക്കറ്റാണ് നമ്മൾ കളിക്കേണ്ടത്. അപ്പോ അവിടെ അത് എന്താണ് ആ ഒരു അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ കുട്ടികളോട് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ്. സോ അത് എങ്ങനെ ആ ബോളിംഗ് എങ്ങനെ അറ്റാക്ക് ചെയ്ത് യൂസ് എ ഫീഡ് ഓർ അപ്ലൈ സ്വീപ്പ് വാട്ടവർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷെയ്ൻ വോണും സച്ചിനും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ. ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ സച്ചിൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് ഷെയ്ൻ വോണെ ഫേസ് ചെയ്യാൻ പോയത്. കാരണം ഷെയ്ൻ വോൺ എപ്പോഴും അയാളെ റൗണ്ട് വിക്കറ്റ് വന്ന് ആ റഫിൽ എറിഞ്ഞ് ബാറ്റ്സ്മാനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് അയാൾ ഡിവൈസ് ചെയ്തിരുന്നു. ബട്ട് അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കൗണ്ടർ ടാക്ടിക്സ് ആയിട്ട് സച്ചിൻ ഡെവലപ്പ് ചെയ്ത പാഡൽ സ്വീപ്പും അല്ലെങ്കിൽ സ്ലോക്ക് സ്വീപ്പും അതുപോലെ തന്നെ എന്താണ് ഫീറ്റ് യൂസ് ചെയ്യുന്നതും നോർമൽ സ്വീപ്പ് എല്ലാം അയാൾ റെഡിയായി കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആക്കി വെച്ചിരുന്നു. അപ്പൊ അതുപോലെ ഇവിടെ എറിഞ്ഞ വൈ നോട്ട് അവിടെ ആ സ്ട്രോക്ക് അയാൾ കറക്റ്റായി കളിച്ചാൽ മതി. ഓക്കെ, പെർഫെക്റ്റ്ലി റൈറ്റ് ബിജു. നമ്മള് ഒരു പ്ലെയറെ സംബന്ധിച്ച് എക്വിപ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ആണ് ഇമ്പോർട്ടന്റ്. ആ പ്ലെയർ സാഹചര്യത്തിനനുസരിച്ച് ആ ഷോട്ടുകൾ അദ്ദേഹത്തിന് കളിക്കാൻ അറിയാമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ബി എക്വിപ്ഡ് ടു പ്ലേ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വന്ന് നമ്മള് ഇപ്പൊ ഒരു സ്വീപ്പ് ഷോട്ടോ അല്ലെങ്കിൽ ഒരു കട്ട് ഷോട്ടോ അടിക്കാൻ നമ്മൾ കോൺഫിഡന്റ് അല്ലെങ്കിൽ we are missing out. So better we be prepared and then play according to a situation. Right. Okay, coaches, any more questions on horizontal bat shots? Yeah, Shadab has asked, can a small bat lift generate more power while playing a sweep shot? Biju? നോക്ക്, നമ്മൾ അവിടെ ഒരു സ്വീപ്പിംഗ് മോഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പുള്ളടിക്കുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, നമ്മള് കുറച്ചുകൂടെ നമ്മുടെ ബോഡി പൊസിഷൻ അവിടെ മാറ്റുകയാണ്. ഓക്കെ, ഇത് രണ്ടും ഇവിടെ കുറച്ച് നമുക്ക് എന്താണ് നാച്ചുറൽ ആയിട്ട് ചെയ്യാത്ത കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമുക്ക് ആ ഒരു സ്ട്രോക്ക് കളിക്കാൻ വളരെ വലിയൊരു ബാക്ക് ലിഫ്റ്റിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ബോളിനെ നമ്മളൊരു ഹാഫ് വോളി ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഈ എന്താണ് കട്ടോ പുള്ളോ ചെയ്യുന്ന പോലത്തെ അത്രയും ബൗൺസ് നമുക്ക് അവിടെ കൗണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊന്നും. അപ്പൊ അതാണ് ഓപ്റ്റിമം ലെവൽ ഓഫ് ബാക്ക് ലിഫ്റ്റിന്റെ ആവശ്യമുള്ളൂ. എന്നുവെച്ചാൽ വളരെ വലിയ ബാക്ക് ലിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ സ്ട്രോക്ക് കളിക്കാൻ അത്ര സമയം കിട്ടണമെന്നില്ല. കൂടുതൽ സമയം എടുക്കും ബാറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബോളിലോട്ട് വരാൻ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. ഐഡിയലി പറഞ്ഞാൽ ആ ബോളിന്റെ ബൗൺസിന്റെ മുകളിൽ കയറാനുള്ള ഒരു ബാക്ക് ലിഫ്റ്റ്, സോ ദാറ്റ് നമുക്ക് ആ ഗുഡ് ടൈമിങ്ങിനോടെ ആ ബോളിനെ പ്ലേസ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ബാറ്റ് നിങ്ങൾ ഉയർത്തുക അല്ലെങ്കിൽ എത്രത്തോളം ഷോൾഡർ മുകളിൽ കൊണ്ടുവരുന്നു അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടായിരിക്കും ബാറ്റ് താഴ്ത്ത് വരിക. അപ്പൊ ആ ബാറ്റിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും അവിടെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം എല്ലാ പിച്ചും ഒരേ സ്പീഡും ഒരേ ബൗൺസും അല്ല. അപ്പൊ ഐഡിയൽ പറയണ ആ സ്ട്രോക്ക് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ബാറ്റിൽ നമുക്ക് കൺട്രോൾ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഓപ്റ്റിമം ലെവൽ ഓഫ് ആ ഒരു ബാക്ക് ലിഫ്റ്റിന്റെ ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് വലിയൊരു ബാക്ക് ലിഫ്റ്റ് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ആക്ച്വലി. റൈറ്റ് ബിജു. ഇപ്പം ഷദാബ് ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു നമ്മൾ IPL ഒക്കെ കാണുന്നുണ്ട്. IPL കാണുമ്പം ഒരു ബൗണ്ടറി ലൈൻ ക്ലിയർ ചെയ്യാൻ നോക്കുന്ന ഷോട്ട്സ് ആണ്. അല്ലെങ്കിൽ ത്രൂ ദ ഗ്രൗണ്ട് കളിക്കുകയാണെങ്കിൽ ഫീൽഡർ എത്തുന്ന മുമ്പിട്ട് അവർക്ക് ബോൾ അടിക്കണം. അപ്പൊ അത്രയും പവറിൽ അടിക്കണം. ആ പവറിൽ അടിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മേബി വി നീഡ് എ ബിഗർ ബാറ്റ് ലിഫ്റ്റ്. നോക്ക, ഞാൻ ശരിയാണ് ടിനു പറഞ്ഞ കാര്യമാണ്. ഞാൻ നേരത്തെ സച്ചിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പൊ സച്ചിൻ വലിയൊരു ബാക്ക് ലിഫ്റ്റ് അല്ല യൂസ് ചെയ്തത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈമിംഗ് ആൻഡ് പ്ലേസ്മെന്റ്. വലിയൊരു ബാക്ക് ലിഫ്റ്റ് അല്ല യൂസ് ചെയ്തത്. ചിലരെ ബൗണ്ടറി ക്ലിയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ വലിയ ബാക്ക് ലിഫ്റ്റ് എടുത്ത് ഹിറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ബട്ട് ഇവിടെ ഐഡിയലി നമ്മൾ ആ സ്ട്രോക്ക് നമ്മൾ കൺട്രോളോടെ കളിക്കുകയാണെങ്കിൽ വിത്ത് ഒരു ഓപ്റ്റിമം ബാക്ക് ലിഫ്റ്റിന്റെ ആവശ്യമേ Correct. I think that word of control is very important. അതെ. നമ്മള് കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മള് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കുമ്പം
ഓപ്റ്റിമം ബാറ്റ് ലിഫ്റ്റ് എടുത്ത് അവർ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് സ്വീപ്പ് ഷോട്ടൊക്കെ. അതെ, അപ്പോൾ എന്നാലേ അവർക്ക് ആ ഷോട്ടിൽ കൺട്രോൾ ഉണ്ടാവത്തുള്ളൂ. അതെ, കറക്റ്റ്. അതെ. സോ വെൻ വി പ്ലേ ഹയർ, വെൻ ദ പ്ലെയർ ഗെറ്റ്സ് മോർ എക്സ്പീരിയൻസ്, ഐ തിങ്ക് ആ പ്ലെയറിനെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അക്കോർഡിംഗ് ടു ദ നീഡ്, ദ സിറ്റുവേഷൻ ഓഫ് ദ ഗെയിം. അത് ഇൻവേരിയബിളി ബാറ്റ് ലിഫ്റ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് എ നാച്ചുറൽ അഡ്ജസ്റ്റ്മെന്റ്, ഐ തിങ്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ആയതുകൊണ്ട്, ഇപ്പൊ ഈ സ്വീപ്പ് നോർമലി നമ്മൾ കളിക്കുന്നു. ഇപ്പൊ ഒരു സ്ലോപ്പ് സ്വീപ്പ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വേറൊരു രീതിയിലായിരിക്കും നമ്മൾ ആ ബോളിനെ എന്താണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കുറച്ചുകൂടെ ബോളിന്റെ അടിയിൽ ഹിറ്റ് ചെയ്യാനും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഹിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മൾ ഒരു ഉദ്ദേശമുള്ളൂ, ബോള് എന്താണ് ഒന്ന് ബൗണ്ടറി ലൈൻ ക്ലിയർ ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Thank you, Biju. Thank you, Shadab, for the question. Any more questions, coaches? I think we have already finished the time schedule, 12:40 avunu. So I think it was a very informative class. You know, definitely, you know, there's few ee oru samayam aayadonde namukku korchu റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സമയത്ത് ക്ലാസ്സുകൾ നടത്താൻ പറ്റുന്നില്ല. വി ഹാവ് 3 more class to complete. 3 ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതും ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലായിട്ട് തീർക്കാനാണ് നമ്മൾ നോക്കുന്നത്. സോ റിക്വസ്റ്റ് യുവർ കോപ്പറേഷൻ ഫോർ ദാറ്റ്. ഓക്കെ, ബിഫോർ ദിസ് we were learning about the technical aspect of the game. So next 3 class is about the tactical aspect, how we can use this technique of the game appropriately ennulla sessions aanu. ഗെയിമില് ഒരു മാച്ച് സിറ്റുവേഷനിൽ എങ്ങനെ ഈ ടെക്നിക്ക് നമുക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന ക്ലാസ്സുകളാണ് അടുത്ത് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈസ് മൈൻഡ് സെറ്റ് ഓഫ് എ ഫീൽഡർ. എങ്ങനെയാണ് ഒരു ഫീൽഡറിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമ്മൾ കളിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ടത്. രണ്ടാമത്, യുനോ, ബോളിംഗ് ടു എ പ്ലാൻ. എങ്ങനെ നമുക്ക് ഈ ടെക്നിക്കും കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്ലാനിനനുസരിച്ച് ബോൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്, ബിൽഡിംഗ് ആൻഡ് ഇന്നിങ്സ്. എങ്ങനെ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ കഴിയും എന്നുള്ള ഈ 3 ക്ലാസ്സുകളാണ് ബാക്കിയുള്ളത്. സോ അഗൈൻ റിക്വസ്റ്റ് യുവർ കോപ്പറേഷൻ. I'll inform the dates immediately. Okay. So thank you so much, coaches, for your cooperation. And see you. Take care. Be safe. And happy coaching. Okay. Okay. Thank you, Tinu. Thank you very much. And thank you, coaches. And ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതിലിട്ടിരുന്നു. അത് നിങ്ങൾ ചെയ്തു നോക്കി അതിനൊരു കൺക്ലൂഷൻ എത്തുക. അൺലെസ് നമ്മൾ അത് ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്താൽ അത് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും പറ്റും. സോ ഗുഡ് ലക്ക്, കോച്ചസ്, ആൻഡ് ഹാപ്പി കോച്ചിങ്. ബി സേഫ്. താങ്ക് യു. ബൈ.